നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. നമുക്ക് കേരള കലാവേദിയിലെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും നല്ലൊരു കൈഡി കൊടുക്കാം. ഒപ്പം ആ സന്തോഷത്തിൽ നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഷാജോ ചേട്ടാ ആൻഡ് പ്രചോദേട്ടാ. എപ്പടി ഉഷാറല്ലേ? ഒത്തിരി സന്തോഷമുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. അത് ആദ്യത്തെ സ്കിറ്റിന് ശേഷം വിളിക്കട്ടെ. ടീം എസ് ആണ് വരാൻ പോകുന്നത്. സെൽവരാജ്, ശ്യാം ആൻഡ് സൂര്യശ്രീ. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ അന്ന ടോം. അപ്പം ഞാൻ ആദ്യമായിട്ട് ഒരു സർജറി ചെയ്യാൻ പോവുകയാണ്. അപ്പൻഡിക്സിന്റെ ഒരു ഓപ്പറേഷൻ ആണ്. അപ്പം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തോന്നും അപ്പനും ആന്റിയും വന്നിട്ടില്ലയോന്നോ? അതാണോ ഞാൻ പറഞ്ഞത്? അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ആണ്. അപ്പൊ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ലൈക്ക്, കമന്റ്, ഷെയർ. ഓക്കെ? അതെ മാഡം, മാഡത്തിന്റെ ആദ്യത്തെ ഓപ്പറേഷൻ ആണല്ലേ? അതെ. അപ്പൊ ആംബുലൻസും ഡ്രൈവറും റെഡി. എന്തിന്? നിങ്ങളെ ഓപ്പറേഷൻ അല്ലേ? ആ പാപ്പോട്ടും ജീവിച്ച് പോട്ടെ. അതെ ചേട്ടാ. പിന്നെ ഇന്നലെ നമ്മൾ വൈകുന്നേരം ഒരു ഓപ്പറേഷൻ ചെയ്ത് വാർഡിൽ ഒരു പേഷ്യന്റിനെ കിടത്തിയിട്ടില്ലേ? അവിടെയാണെങ്കിൽ നേഴ്സ് പോയിട്ടുണ്ടല്ലോ, ഓക്സിജന് പകരം ഹൈഡ്രജൻ കൊടുത്തെന്ന് പറയുന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ല, ഞാൻ കണ്ടായിരുന്നു. അവന്റെ ഇളിയിലൊരു കയറും കെട്ടി അവിടെ ഇട്ടേക്കുന്നു. എന്തിന്? ഇല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ഞാൻ നമ്മുടെ ശൂന്യാകാശത്ത് പോവേണ്ടി വരുമെന്ന്. അയ്യോ ചേട്ടൻ നെറ്റിയിൽ എന്തോ പറ്റി? അയ്യോ ഒന്നും പറയണ്ട, പേര് വിളിച്ച് ഭാര്യ ഒരു ഉമ്മ കൊടുത്തേനെ അവള് വെച്ച് അടിച്ചത്. പേര് വിളിച്ച് ഭാര്യയ്ക്ക് ഉമ്മ കൊടുത്തതിന് ചേട്ടൻ അടി കിട്ടിയോ? പിന്നെ മാഡത്തിന്റെ പേരും പറഞ്ഞ് നമുക്ക് ഉമ്മ കൊടുത്ത ആള് വിടൂ. സൂപ്രണ്ടിനോട് ഞാൻ ഇതൊക്കെ പരാതി പറയും ഞാൻ, കേട്ടോ? സൂപ്രണ്ട് ശരിയല്ലെന്ന് ഞാനോട് ചേരൂല. ഞാനും മാഡം നല്ല ചേർച്ചയാണ് കേട്ടോ. അത് നിങ്ങൾ എന്റെ അടുത്തോട്ട് കിന്നാരം പറയുന്നത് പേഷ്യന്റെ ഡീറ്റെയിൽസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽസ് ആ ഫയലിനകത്തുണ്ടെന്ന് ഞാനല്ലേ എടുത്ത് വെച്ചിരിക്കുന്ന ഫയല്. അതെ, ഇന്ന് വൈകുന്നേരം തന്നെ നമുക്ക് ആ സർജറി ചെയ്യണം. പുള്ളിക്ക് ഭയങ്കര പെയിൻ ആണെന്ന് പറയുന്നത്. ചെയ്യണം. അതെ അതെ, ചെയ്തേ പറ്റത്തുള്ളൂ നമുക്ക്. ഇത് മറ്റേ ഇതിന്റെ എക്സ്റേ ഉണ്ടല്ലോ, ഞാനത് അടക്കത്തില്ല. ബ്ലഡ് ചെക്ക് ചെയ്ത് മറ്റേ ഇനി എന്റെ സ്വനപേടക മൂരി ഇവിടെ ഇട്ടാലേ നിങ്ങൾ അങ്ങനെയുണ്ടോ? ഒരു മിനിറ്റ്. അപ്പുറത്ത് ഈ പേപ്പർ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വനപേടകത്തിനുള്ള മരുന്ന് ഫാർമസിന്ന് തരും. അല്ലല്ല, അതിന് വേണ്ടി അതെന്നാലും എന്നെ മൈൻഡ് ചെയ്യില്ലെന്ന് വാശിയാണോ? വാശിയാണ്. അല്ല നിങ്ങൾ ആരാ മനസ്സിലായില്ല? അല്ല, ഇവിടെ ഒരു സുബലൻ എന്ന് പറഞ്ഞ ഒരു കക്ഷി കിടപ്പില്ലേ? അപ്പൊ പുള്ളിയുടെ ഒരു അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ഒരാള് വേണോന്ന് പറഞ്ഞില്ലേ സാക്ഷിയായിട്ട്? അങ്ങനെ വന്ന ആളാ. വേറെ ഇങ്ങനെയാണ്. നിങ്ങളോടല്ലേ രാവിലെ 10 മണിക്ക് വരാൻ പറഞ്ഞേ? സമയം ഇപ്പൊ 12 മണിയായി. ഈ സമയത്താണ് നിങ്ങൾ കയറി വരുന്നേ? അത് നമ്മുടെ കുടുംബത്തൊരു പ്രശ്നം ഉണ്ടായി. എന്റെ മാമൻ ഒന്ന് കിണറ്റി വീണു, അതാ പ്രശ്നം. അയ്യോ, എങ്ങനെ വീണത്? അത് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ഞാനും കിണറ്റി പോകൂലേ? ഞാൻ അവിടെ കിടന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആര് വരും ഇവിടെ? എനിക്കറിയാം പുള്ളിയെ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. നിങ്ങൾ ആ മുരുകന്റെ അമ്പലത്തിന്റെ ഫ്രണ്ട് താമസിക്കുന്ന ആളല്ലേ? അതെ. ഞാൻ അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്റെ ഒരു കാക്ക തലയെ തൂറി. അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ച ഓർമ്മയുണ്ട? പല രീതിയിൽ ബന്ധം സ്ഥാപിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. കാക്കതൂറിയ ബന്ധം പറഞ്ഞു വരുന്ന ആൾ ആദ്യമായിട്ട് കാണുന്നുണ്ട്. അല്ല, നിങ്ങളെ വീട്ടിലെ പൈപ്പിലല്ലേ ഞാൻ കഴുകിയത്. അങ്ങനെ നമ്മുടെ പരിചയം. അങ്ങനെ ഒരു പരിചയം. അതെ, നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ നിസ്സാരവൽക്കരിക്കരുത്. അതെങ്ങനെ ശരിയാവും? തനിക്കുളം കുടുംബത്തിൽ നിന്ന് സുബലൻ എന്ന് പറഞ്ഞ ഒരു കക്ഷി ഇവിടെ വരുമ്പോ അത് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യുമല്ലോ ചെയ്യുന്നത്. പിന്നെ ഞാൻ എന്തിനാണ് ഇത് നിസ്സാരമായിട്ട് കരിക്കുന്നത്? ഇത് ഞാൻ നിസ്സാരമായിട്ട് കരിക്കേണ്ട കാര്യം നിങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് കളയണം. നിനക്ക് മനസ്സിലായില്ലടാ പറഞ്ഞത്? ഇല്ല, ഇത് മലയാളമല്ലേ പറയുന്നത്? ഈ മേഡം എത്ര പ്രാവശ്യം പറഞ്ഞത് തന്റെ അടുത്ത്? അല്ല, ഞാൻ ഈ 4ാം ക്ലാസ് ആണ്. പിന്നെ ഈ തനിക്കുളം കുടുംബത്തിലുള്ള ആൾക്കാരെല്ലാം പോലീസും പട്ടാളം ഡോക്ടർ ആ പൊസിഷനിലുള്ള ആൾക്കാരാണ്. അപ്പൊ അവരോടൊപ്പം പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പിയറൻസ് മാത്രമേ എനിക്കുള്ളൂ. 4ാം ക്ലാസ് ആയിരുന്നാലും 3ാം ക്ലാസ് ആയിരുന്നു എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇത് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി തരാം. മേഡം, ഈ വർക്കറുകൾ നിസാറല്ലേ കരിക്കാൻ വരുന്നത്? പോത്തിറച്ചിക്ക് വരും കാറിറച്ചി കൊടുക്കുന്ന ഒരു മനുഷ്യൻ. അവന്റെ അനിയൻ അൻസാർ വരും. അൻസാർ വരുമെന്ന് അതാണോ ഞാൻ പറഞ്ഞത്? ചേട്ടാ, ഈ അസുഖങ്ങളെ ഒന്നും നമ്മൾ നിസ്സാരമായി കാണരുതെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ അങ്ങനെ കാണുന്ന ഒരു വ്യക്തിയല്ല. ഈ അസുഖങ്ങൾ ഒന്നും നിസ്സാരമായിട്ട് കാണരുത്. ഇത് 1000-ൽ ഒരുവന് വരുന്ന അസുഖമാണ്. എങ്ങനെ? പുറത്ത് വിടുകയും ചെയ്യരുത്. ഞാൻ എന്റെ ഫാമിലി ഗ്രൂപ്പിൽ ഇതൊന്ന് അറിയിച്ചോട്ടെ. തനിക്കുളം കുടുംബം മെമ്പേഴ്സ് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഉഷേപ്പച്ചിയുടെ മകനായ സുബലന് വന്നേക്കുന്ന അസുഖം 1000-ൽ ഒരുവന് വരുന്ന ഒരു അസുഖമാണ് കേട്ടോ. ഇത് കാരണം അറിയാലോ, കുടുംബത്തുള്ളവർക്കെല്ലാം വന്നേക്കുന്നത് പനി, ചുമ, അങ്ങനെയുള്ള അസുഖങ്ങളാണ് വന്നേക്കുന്നത്. ഇത് നമുക്ക് അഭിമാനിക്കാവുന്ന സമയമാണ്. നമ്മുടെ അടുത്ത ഫാമിലി മീറ്റിംഗിൽ ഞാൻ ഈ അസുഖത്തിന്റെ പേരിൽ ഒരു കേക്ക് മുറിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ വെക്കുന്നു. ചേട്ടാ, ഈ അസുഖത്തിന് നമ്മൾ മെഡിക്കൽ ടേംസിൽ ഒരു പേര് പറയും. അതായത് പെട്രോഡി ട്രെഡാക്കോ ട്രയാഗോ സിൻഡ്രോം എന്നാണ് നിങ്ങളുടെ അളിയന്റെ അസുഖത്തിന്റെ പേര്. ഞാൻ വിചാരിച്ച് ഉച്ചയ്ക്ക് ശേഷം വീശിയടിക്കുന്ന ചുഴലിക്കാറ്റിന്റെ പേരായിരിക്കും. എന്തായാലും ഈ അസുഖവും വെച്ചോണ്ട് ഈ ചെറുക്കൻ ഇങ്ങനെ കമന്നു കിടന്ന് ഉറങ്ങിയല്ലോ എന്റെ ഭഗവാനെ. ഇത് എവന്റെ ദേഹത്ത് വല്ലതും കൊണ്ട് കയറിയിരുന്നെങ്കിലും അല്ലേ? ഒരു കോള്. ആ പറയടി നന്ദിനി.
എന്തോ മകൻ ഭക്ഷണം കഴിക്കുന്നില്ലെന്നോ? അത് തന്നെ. അവന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കൂ. അവന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കൂ. പെട്രാഡി ടെറാഗോ ട്രയാഗോ സിൻഡ്രോം റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യം. അത് മേലെ റിപ്പോർട്ട് ചെയ്യാം. മേഡം, ഞാൻ കൊണ്ട് കൊടുക്കാം. ഈ അസുഖത്തിന്റെ പേര് ഈ ഫോണിലൊന്ന് പറയാവൂ. പെട്രാഡി ട്രയാഗോ ട്രിഡോങ്കോ സിൻഡ്രോം. എങ്ങനെ അവൻ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? മീൻകറി ഒഴിച്ച് കുഴച്ചടിച്ച് വാരി വാരി തിന്നുന്നു. അതെ അതെ, ഇനി പറഞ്ഞേക്ക് കുടുംബത്തിലെ പ്രബുലന്റെ അസുഖം വീണ്ടും വീണ്ടും ഞാൻ പറയിക്കാൻ ഇടവരുത്തരുത്. അവന്റെ അടുത്ത് സമയത്ത് ഭക്ഷണം കഴിക്കണമെന്ന് കേട്ടോ. ഓക്കെ, ഞാൻ വിളിക്കാം അങ്ങോട്ട്. എനിക്ക് ചെക്കനെ ഒന്ന് കാണാൻ പറ്റുമോ പ്രബുലനെ? അയ്യോ, കാണാൻ പറ്റൂല. എന്താണ്? അന്യരെ ആരും അകത്തോട്ട് വിടൂല. മാത്രമല്ല ഈ മേഡം ഈ രോഗിയെ മയക്കി കെടുത്തിരിക്കുക. കണ്ടാ പറയൂലോ കേട്ടോ. ഉയർന്ന ഒരു പൊസിഷനിൽ നിന്നോണ്ട് ഒരു കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരൻ വന്നപ്പോ ഹോസ്പിറ്റലിൽ വന്നപ്പോ അവനെ മയക്കല്ലേ മിണുക്കാട്ടി. എങ്ങനെയാ മയക്കി അവനെ മയക്കിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാ? ഓപ്പറേഷന് വേണ്ടിട്ട് മരവിപ്പിച്ചിട്ടിരിക്കുവാന്ന് മയക്കി കിടത്തേക്കുവാന്നാ ഞാൻ പറഞ്ഞത്. സോറി സോറി സോറി, അത് മാത്രം- അനിക്കണം കുടുംബത്തിന് ഒരു അബദ്ധം പറ്റിയതാണ്. സോറി സോറി. അത് മാത്രമല്ല അദ്ദേഹത്തിന് എനിമ കൊടുത്തു വെച്ചിരിക്കുക. നിങ്ങൾ എന്തെല്ലാമാണ് ഈ ചെയ്യുന്നത്? എന്തെല്ലാമാണ് ഇവിടെ ചെയ്യുന്നത്? ഒരു വയ്യാതെ ഒരു ചെറുപ്പക്കാരൻ ഒരു ഹോസ്പിറ്റലിൽ വന്നപ്പോ അവന് എരുമ കൊടുത്തേക്കുന്നു. ഇത് അവനെ വിളിച്ചോണ്ട് ഓടിയാൽ അതിന്റെ പിറകെ ആരെങ്കിലും പോകും. അയ്യോ എന്റെ പൊന്നു ചേട്ടാ, എരുമയല്ല എനിമ എന്ന് പറഞ്ഞിട്ട് മരുന്നാണ് കൊടുത്തത്. ഇതെന്തൊരു അനിക്കണം കഷ്ടം. കുടുംബത്തിന് ഒരു അബദ്ധം പറ്റി. പറ, പറ. ആ പേഷ്യന്റിന് നല്ല പെയിൻ ഉണ്ട്. എന്തേലും കൊടുത്തു എന്തോ അടുത്ത എന്തോ സംഭവം എന്തോ? പുള്ളിക്ക് പെയിൻ ഉണ്ടെന്ന്. ഒരിക്കലും അവന് പെയിൻ വരാൻ വഴിയില്ല. കാരണം അവന്റെ തല കഷണ്ടിയാണ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടില്ല. പെയിൻ വന്നു കഴിഞ്ഞാ ബാലൻസ് തെറ്റിയിട്ട് സ്ലിപ്പായി ഇവിടെ വന്നു അവന്റെ കഷണ്ടിയെ നോക്കി തെറി വിളിക്കുന്ന പല പ്രാവശ്യം ഞാൻ കണ്ടു. അവൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അവൻ പെയിൻ എങ്ങനെ വരും? പറയും. തനിക്കുള്ള കുടുംബത്തിലെ ഒരു അംഗമാണ് അദ്ദേഹം കേട്ടോ. പെയിൻ എന്നല്ല പറഞ്ഞത്, വേദന ഉണ്ടെന്നാ പറഞ്ഞത്. ചേട്ടാ ഒരു മിനിറ്റ് ഒന്ന് വരാമോ? ദിസ് ഈസ് വെരി ഡേഞ്ചറസ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ. My God! ഇത് അയാൾക്ക് എങ്ങനെ മനസ്സിലാവും? ചേട്ടൻ മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. This disease is Petradi Triago Tradaco syndrome is reported in America The old man is hungry. since is 1927. That is not. You know, old man is crying. Yes, definitely. മൗസാൻ കാറ്റ് Jack and Jill. Tom and Jerry. സംഭവം എന്താ? പെയിൻ കിട്ടുന്നില്ല. നമ്മള് ക്രിസ്മസ് അടുത്ത് വരുവുണ്ട്. അപ്പൊ നമ്മുടെ കുടുംബശ്രീ പെണ്ണുങ്ങള് 110 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ പിടുത്തമൊന്നുമില്ല, കഴിച്ചോണ്ട് ഇങ്ങനെ ഒരു മൂഡിൽ നിക്കാം. എന്തോന്നാ വൈൻ കിട്ടിയാലേ. ഞാൻ പറഞ്ഞത്. സോറി സോറി എടോ, ഞാനിപ്പോ കിട്ടുന്നില്ല. സോറി സോറി, തനിക്കുണം കുടുംബത്തിനൊരു അബദ്ധം. ഞരമ്പ് കിട്ടുന്നത്. ഇനി മേലാൽ അത്തരം വാക്കുകൾ അത് കുടുംബത്തിലെ ഏറ്റവും വലിയ ഞരമ്പാണ് ചെറുത്ത. അഥവാ ഇന്നത്തെ ദിവസം ഞരമ്പ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ പ്രാക്കാണ്. പെണ്ണുങ്ങളെ പ്രാക്കാണ്, അതിനപ്പുറം ഒന്നുമില്ല. ഇവിടെ തനിക്ക് എന്തിനാണ് ഞരമ്പിനെ പറ്റി? ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 566 ഞരമ്പുകളുണ്ട്. അറിയാമോ തനിക്ക്? അറിയാമോ തനിക്ക്? ഇവിടെ ഈ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ അതിൽ ഏതോ ഒരു ഞരമ്പ് ഞാൻ എടുത്തോണ്ട് ഓടി. നിങ്ങൾ എന്തിനു മനുഷ്യ എന്റെ അടുത്ത് ഇങ്ങനെ ചൂടാവുന്നു? ഒരു ഞരമ്പ്. ആ മനുഷ്യൻ മദ്യപിക്കാറുണ്ടോ? മദ്യപാനമാണ് അയാളെ ഈ പരുവത്തിലാക്കിയത്. അയാൾ മദ്യപിക്കാറുണ്ടോ? ക്രിസ്മസിന് മാത്രം. ക്രിസ്മസിന് മാത്രമേ മദ്യപിക്കൂ? അല്ല, ക്രിസ്മസിന്റെ അന്നേ കുടിക്കാതിരിക്കൂ, ബാക്കിയുള്ള എല്ലാ ദിവസവും കുടിക്കാം. കാരണം അന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഇവന് കേക്ക് തിന്നാൻ പറ്റൂല, ഉറങ്ങിപ്പോവും. അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ വന്ന് ചുരുണ്ടോടി കിടക്കുന്ന അപ്പൻഡിക്സ് ഓപ്പറേഷൻ. എനിക്കതല്ല, ഈ അപ്പൻഡിക്സ് എന്ന് പറയുന്ന അസുഖം ഇത് എങ്ങനെ വരുന്നെന്നുള്ളതാണ്. അല്ല, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 90s സംഭവം. അച്ഛന്റെ ഈസും അമ്മയുടെ ഈസും തമ്മിൽ പ്രേമത്തിലായി. അങ്ങനെ ഉണ്ടായതാണ് ഈ അപ്പൻഡിക്സ്. ഇവിടുന്ന് ശമ്പളം വളരെ കുറവാണ്. അല്ലെങ്കിൽ ഈ നോണക്കഥ എന്റെ അടുത്ത് അടിക്കണം. കുടുംബത്തിൽ അപ്പൻഡിക്സ് എങ്ങനെ വന്നപ്പോ 70s അച്ഛൻ്റെ ഈ രണ്ടറ്റവും കൂടെ കൂട്ടിമുട്ടണ്ടേ ഗഡി. അത് ശരി. ശമ്പളം കുറവായതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്കിറ്റ് കൊണ്ട് തൃശ്ശൂർ അടിക്കുന്നു. എറണാകുളത്ത് കിടക്കുന്ന ഈ സ്കിറ്റ് എവിടെ കൊണ്ടുപോകുന്നത്? ഇടിച്ചോണ്ട് വരേണ്ടി വരുന്നു. കുടുംബത്തിലെ തനിക്കുണം കുടുംബത്തിലെ ഒരു അംഗത്തിന്. ചേട്ടാ, ഓപ്പറേഷൻ കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താ പറഞ്ഞോളൂ. വീട്ടിൽ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പച്ചത്തെറിയെ പറയാവൂ. അപ്പൊ പച്ചക്കറിയെ കഴിക്കാൻ കൊടുക്കാവോ? അത് മാത്രമല്ല, കാലത്തൊരു ഗുളിക, ഉച്ചക്ക് 2 ഗുളിക, വൈകുന്നേരം 4 ഗുളിക. അപ്പൊ നമ്മളെ കിണറ്റിലെ വെള്ളമെല്ലാം പറ്റിപ്പോയി. അല്ല, ഈ 5-6 പ്രാവശ്യം ഇങ്ങനെ കുളിച്ചു കഴിഞ്ഞാൽ
അതല്ല ഗുളിക കഴിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ആ ഗുളിക കഴിക്കുന്ന കാര്യം. ശരി ശരി ശരി. അല്ല എന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ട് എന്താണ് എന്താണ്? ഞാൻ ആദ്യം ഡോക്ടറായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കമ്പൗണ്ടറായി. സ്ഥാനക്കയറ്റം കിട്ടി. അത് മാത്രമല്ല എന്റെ ചേട്ടൻ ഭയങ്കര ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ഡോക്ടറായിരുന്നു. അങ്ങനെ ഈ ചേട്ടൻ എന്നെ ഒന്നും ചെയ്യിപ്പിക്കൂല. ഓ ശരി. ഒരു ദിവസം ചേട്ടന്റെ കൈയൊന്ന് അറച്ചു കേട്ടോ. അങ്ങനെ ഞാൻ കയറി ഓപ്പറേഷൻ ചെയ്തു. അയ്യോ. ചെയ്തു കഴിഞ്ഞപ്പോ ആൾക്കാരെ കയ്യടിയും ബഹളവും ഭയങ്കര പ്രശ്നങ്ങൾ. എന്റെ ചേട്ടൻ ഈഗോ അടിച്ച് അന്ന് നാട് വിട്ട്. പിന്നെ കിട്ടിയത് എന്തെന്നറിയാമോ? ചേട്ടന്റെ ജുബയും മുണ്ടും മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ഈ ഓപ്പറേഷന്റെ പേര് ഭരതോന്നാണ്. ഓപ്പറേഷൻ എന്താണ് നടന്നത്? ഈ ശമ്പളം കുറവാണെങ്കിലും ബാക്കിയുള്ളവർ ഇങ്ങനെ കൊല്ലാൻ നിൽക്കരുത്. എങ്ങനെയാ മേഡം? അതെ, പിന്നെ 35,000 രൂപ നിങ്ങൾ അടക്കിയാണെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് പേഷ്യന്റിന്റെ വയറ്റിൽ ഒരു ട്യൂബ് ഇടാൻ പറ്റും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ചെറുക്കന്റെ വയറ്റിൽ ട്യൂബ് ഇടാൻ വേണ്ടിട്ട് കൊക്കോ പുഴുവിന്റെ കല്യാണം നടക്കണോ? ട്യൂബ് ഇട്ട് കഴിഞ്ഞ ഇതിന്റെ കറണ്ട് എവിടെ നിന്ന് എടുക്കും? മാത്രമല്ല ഇവന്റെ മൂക്കുകൂടെയും വായിക്കൂടെയും വെട്ടം വരൂലേ? അടുത്തൊരു മരണമോ കല്യാണമോ നടന്നു കഴിഞ്ഞാൽ എടുത്തോണ്ട് ആൾക്കാർ കൊണ്ട് തെറ്റി വെച്ച് ട്യൂബ് ഇടും തീരുമാനിക്കും. സംഭവം പറഞ്ഞു തീർന്നില്ല, കറണ്ടും പോയി. ഓപ്പറേഷൻ നടത്തണമെങ്കിൽ കറണ്ട് വന്നാലോ ഓപ്പറേഷൻ നടത്താൻ പറ്റും. കറണ്ട് ഇല്ല. ഇത് എന്തോന്ന് ലോജിക്കില്ലാത്ത ഹോസ്പിറ്റലിൽ പറഞ്ഞു തീരുമ്പേ കറണ്ടും പോയത്. ചേട്ടന് ഓർമ്മയുണ്ടോ പണ്ട് നമ്മൾ ആ കറണ്ട് പോയ സമയത്തെ നമ്മൾ രണ്ടുപേരും മാത്രം ഇവിടെ, പിന്നെ അതൊക്കെ മറക്കാൻ പുറത്ത് എന്തോ ഒരു മഴ, ഇടിയൊട്ടി മഴ. ചേട്ടൻ എനിക്ക് അന്ന് ചായയും പരിപ്പോടെയും വാങ്ങിച്ചു തന്നായിരുന്നു. ചൂട് പരിപ്പോട. അതെ, മഴ പരിപ്പോട, ജോൺസൺ മാഷിന്റെ പാട്ട്. അന്തസ് അന്തസ്. അതെന്തൊരു വർത്തമാനം ഇപ്പൊ നിങ്ങൾ പറഞ്ഞേ? അല്ല അതെന്തൊരു വർത്തമാനം ഇപ്പൊ പറഞ്ഞേ? അല്ല ഞാന് മഴ, ജോൺസൺ മാഷിന്റെ പാട്ട്, അന്തസ് ഇത്തരം പറഞ്ഞു. എനിക്ക് ചേട്ടൻ ആ മഴയത്ത് ഒരു പരിപ്പോടെ വാങ്ങിച്ചു തന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങളിപ്പോ രണ്ട് കാര്യങ്ങൾ അനാവശ്യമായിട്ട് ചേർത്ത് എന്തോ വർത്തമാനം. എന്ത് സംസാരിച്ച ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി? ഈ പെൺകുട്ടി ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ജയിലിടിച്ചാൽ പോലും വെളിയിറങ്ങില്ലേ? പരിപ്പോടെ മേടിച്ചുകൊണ്ട് കൊടുത്ത നിങ്ങളാണ്. ഞാൻ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇതിലിട്ടുള്ളൂ. ജോൺസൺ മാഷിന്റെ പാട്ട്, പിന്നെ ഒരു അന്തസ്. അതിനുവേണ്ടി എന്തിനാണ് എന്നെ ജയിലിൽ പിടിച്ചിരുന്നത്? അല്ല നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത് ഇത് എവിടെ നിന്ന് മേടിച്ച പരിപ്പോടാ? രാജുവിന്റെ കടയിൽ നിന്ന്. നീ അവന്റെ അടുത്ത് പറയാം വാഴക്കപ്പോടാൻ, ബാക്കിയുള്ളവരെ ജയിലിൽ പിടിച്ചാൽ ഈ കറണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഓപ്പറേഷൻ അങ്ങ് നടത്തിയേക്കാം, എല്ലാം അങ്ങ് സെറ്റ് ചെയ്ത്. അല്ല ഓപ്പറേഷൻ നടത്തുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കണ്ടീഷൻ ഉണ്ട്. ഇവിടെ വന്ന ശേഷം നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം എനിക്ക് മനസ്സിലായ സംഭവം എന്താണെന്നറിയോ? ഈ ഓപ്പറേഷൻ ചെയ്തിട്ട് ചെറുക്കൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തനിക്കുണം കുടുംബത്തിൽ നിന്ന് 2 പേര് നിങ്ങളുടെ കുടുംബത്തേക്ക് എത്തും. അറിയാം, അതിൽ മെയിൻ ആൾക്കാരാണ് വരുന്നത്. അത് നിങ്ങളുടെ കുടുംബം എവിടെയാണ്? കൊട്ടിയത്ത്. നിങ്ങളെ കൊല്ലത്ത്. കൊട്ടിയത്തും കൊല്ലത്തും അറിയാലോ. അവിടെ നിന്നും വേറെ 2 വണ്ടി ആൾക്കാർ വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഇപ്പൊ തീരുമാനിച്ചു പറ. ചേട്ടാ എനിക്ക് പറ്റത്തില്ല. അതെ ചേട്ടാ, അതായത് നമ്മളെ ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് സന്തോഷ് ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടറാണ് ഇതിന് പറ്റിയ ഡോക്ടർ. അത് ശരി. അപ്പൊ ഈ പുള്ളിയെ കൊണ്ട് നിങ്ങൾ ഓട്ടോ കയറ്റി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യാം. അല്ല അപ്പൊ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യുന്നില്ലേ? അയ്യോ ഇല്ല, ഈ തനിക്കോണം തറവാട്ടുകാർ 2 വണ്ടിയൊക്കെ വിളിച്ച് കൊട്ടിയത്തും കൊല്ലത്തോട്ടും ഒക്കെ വരുന്നതിനെക്കാട്ടി ഭേദം ഈ അടുത്ത് കിടക്കുന്ന 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഹോസ്പിറ്റലിൽ പോവാണെങ്കിലേ അവിടെ വെച്ചങ്ങ് ഓപ്പറേഷൻ നടത്തിയാൽ അത് മതിയല്ലേ? മതി. അപ്പൊ ഈ പേര് പറയാൻ മറക്കണ്ട, പെട്രാഡി ട്രെഡാക്കോ ട്രയാങ്കോ സിൻഡ്രോം. അപ്പൊ അതിന് മാത്രം ഒരു കുറവുമില്ല. നല്ലൊരു ഉഗ്ര കൈഡി തനിക്കുളം കുടുംബത്തിൽ നിന്ന് പെട്രാഗോ ട്രയാഗോ സിൻഡ്രോം എന്ന് പറഞ്ഞ ഈ സ്കിറ്റിന് ഒരു ഉഗ്ര കൈഡി. ഷാജൻ ചേട്ടാ, നല്ല കലക്ക സ്കിറ്റായിരുന്നു. ചിരിച്ച് തലവേദന എടുത്തുന്നുള്ളതാണ് തനിക്കുളം കുടുംബത്തിന്റെ തനിക്കുണം നിങ്ങൾ കാണിച്ചെന്നുള്ളതാണ്. എന്തൊക്കെ കോമഡികളാണ് ഈ പറയുന്നത് എൻ്റെ പൊന്നു. ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത സാധനമാണ് കേട്ടോ സെൽവ. ഒരു രക്ഷയില്ല. നിങ്ങളുടെ സൂര്യയും നമ്മുടെ ശ്യാമും കൂടെ നിന്ന് അങ്ങോട്ട് പയ്യെ അങ്ങോട്ട് തുടങ്ങി വെടിക്കെട്ടിന് പയ്യെ അങ്ങോട്ട് തിരി കൊടുത്ത് സെൽവൻ വന്നങ്ങോട്ട് കയറി ഒരു മാലപ്പടക്കമായിരുന്നു. ഉഗ്രനായിരുന്നു. ഒരുപാട് ചിരിച്ചു. തമാശകൾ എടുത്തെടുത്ത് പറയാനുണ്ട് കുറേ ഉണ്ട്. ഞാൻ പിടിവിട്ടു പോയത് മറ്റേ ട്യൂബ് അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളിയായിരുന്നു. ശ്യാമ് പൊളിയായിട്ട് വേണം കേട്ടോ. ശ്യാമ് ഒരു രക്ഷയില്ല. ശ്യാമിൻ്റെ ആക്ടിങ് ഓരോ സ്കിറ്റുകൾ കഴിയുന്തോറും അതിമനോഹരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായിട്ട് നമുക്ക് കൊതിയാവും. ഇത് കഴിഞ്ഞുകൊണ്ട് നസീർക്ക് ഇവിടെ നിന്ന് പറയുന്നുണ്ട്, ചേ ഇതിവിടെ തീരണ്ടായിരുന്നല്ലോ, ഇപ്പം തീരണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞിരിക്കുക എനിക്കും അത് തന്നെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ നമ്മളിങ്ങനെ കണ്ടിരിക്കുക എന്ന് പറയത്തില്ലേ, അതേപോലത്തെ പെർഫോമൻസ് ആയിരുന്നു. ശ്യാം അടിപൊളി ഒരു ആക്ടറാണ്. ശ്യാം സൂപ്പറായിട്ടുണ്ട്. സൂര്യശ്രീ പൊളിയായിരുന്നു കേട്ടോ മോളെ. ഇവരുടെ കൂടെ നിന്ന്
ഇതേപോലെ ചെയ്യുക, ഒരു സാധനം പോലും വിടാതിരിക്കും. പിന്നെ പെട്രോമാക്സ് എന്തോ അതിന്റെ പേരെന്താണ്? എന്താ? ടെട്രാഡോ ട്രയാങ്കോ ട്രഡീക്കോ സിൻഡ്രോം. അതുള്ളതാണോ? എവിടുന്ന്? ഒരിക്കലും ഇല്ലല്ലോ. അടിപൊളിയായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് പൊട്ടിച്ചിരികൾ ഉണ്ടായിരുന്നു. ഇനി ഒരുപാട് പൊട്ടിച്ചിരിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റും. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഒന്നും പറയാനുള്ള 100-ൽ 110 റേഞ്ച് നിൽക്കുന്ന ഒരു സ്കിറ്റായിരുന്നു. നമ്മളൊരു ഹോസ്പിറ്റൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വിഷമാണ് ഉണ്ടാകുന്നത്. പക്ഷേ ചരിത്രത്തിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഹോസ്പിറ്റൽ കണ്ട് ഇത്രയും ചിരിക്കുന്നത്. അതെ അതെ, പ്രത്യേകിച്ച് മിമിക്രി സ്കിറ്റിൽ ഹോസ്പിറ്റലിൽ വരുന്ന പറയുമ്പോൾ നമുക്ക് പേടിയാ. കാര്യം ഇനി എന്ത് ചെയ്തിട്ടുണ്ട്. എന്ത് പുതുമയാണ്, പക്ഷെ ഞെട്ടിച്ചു കളഞ്ഞു. നിങ്ങൾ ഓരോ സ്കിറ്റിലും പെർഫോമൻസ് ഇങ്ങനെ ലെവൽ കയറ്റി വെക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളെപ്പോലുള്ള ഗംഭീര ആർട്ടിസ്റ്റുകളാണ് ഇത് ഐറ്റം വേറെ എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ വിജയം. തീർച്ചയായിട്ടും ഇനിയും നിങ്ങളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല സ്കോർ കിട്ടട്ടെ പ്രാർത്ഥിക്കുന്നു. അടിപൊളി. താങ്ക് യു ചേട്ടാ. സിർക്ക, നിങ്ങൾ 3 പേരിൽ ആരാണ് ലക്കി മാൻ എന്ന് ചോദിച്ചാൽ 3 പേരും ലക്കിയാണ്, ഭാഗ്യം ചെയ്തവരാണ്. കാര്യം ഈ 3 കൂട്ടുകെട്ടിലും പിറന്ന 2 സബ്ജക്റ്റുകളും നല്ല ഗംഭീര സബ്ജക്റ്റുകളായിരുന്നു. ഹോസ്പിറ്റലിൽ ഇതിനു മുമ്പും സൽമാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ, ഇല്ലേ? ഇത് ആ ഹോസ്പിറ്റലിലെ വേറൊരു നിസ്സാര ഒരു അസുഖമാണ് സംഭവം. ചെറിയൊരു ഓപ്പറേഷൻ്റെ കേസ് കെട്ടിൽ തീരുന്ന ഒരു അസുഖത്തിൻ്റെയാണ് ഇവിടെ വരെ പ്രശ്നം. അല്ല, അത് ആദ്യം അത് അസുഖം എന്താണെന്നുള്ള പറയുന്നുണ്ടല്ലോ. അപ്പൻഡിക്സ്. അതൊരു ചെറിയ ഓപ്പറേഷൻ തീരാനുള്ളത്. ആ സാധനമാണ് കൊച്ചു കഴിക്കാതിരുന്നില്ലേ? എന്താ പറഞ്ഞ് കഴിക്കുന്നുണ്ടെന്നോ? മീൻകറി ഒഴിച്ച് മാക്കണം. അപ്പോൾ എന്തായാലും നിങ്ങൾ സ്കിറ്റ് വിജയിക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തുന്ന കൗണ്ടറുകൾ കേട്ടോ, അത് നിങ്ങളുടെ ഒരു കഴിവ് തന്നെയാണ്. അത് നിങ്ങൾ 3 പേരിലും എന്താണ് അത് വിജയിപ്പിക്കണം എന്നുള്ള ഒരു സ്പിരിറ്റ് ഉള്ളിൽ കിടപ്പുണ്ട്. അതാണ് ഈ സ്റ്റേജിൽ ഇത്രയും ഗംഭീരമാക്കാനുള്ള മെയിൻ കാരണം. നമ്മുടെ പല ആർട്ടിസ്റ്റുകളും അതിനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ചിലവർ ഇച്ചിരി അതിൽ നിന്നൊക്കെ പുറകോട്ട് വരുന്നുണ്ട്. അതെല്ലാം ഇനി മാറി മാറി വരും. പക്ഷേ എന്തായാലും ഈ സ്കിറ്റ് വളരെ മനോഹരമായിരുന്നു. ഇതിൻ്റെ എല്ലാ വശങ്ങളും ഈ 2 പേരും സംസാരിച്ചു. ഇനി അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് പറയുന്നില്ല. 3 പേരും ആത്മാർത്ഥമായി ഈ ഷോയ്ക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട്. അതിൻ്റെ ഗുണം ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് കിട്ടുന്നുമുണ്ട്. ഓക്കെ, അടുത്ത പ്രാവശ്യം ഇതിലും നന്നാക്കുക. ഓൾ ദ ബെസ്റ്റ്. ഒരു കാര്യം എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്, കഴിഞ്ഞ 2 സ്കിറ്റും സിൽവർ പഞ്ചാണ്. അപ്പൊ ഇപ്പൊ സിൽവർ പഞ്ച് അടിച്ചു കഴിഞ്ഞാൽ ഹാർട്രിക് സിൽവർ പഞ്ച്. ഓ, അത് ഓക്കെ, മറന്നിരിക്കുകയായിരുന്നു. റെഡി? ആരാണ് ആദ്യം മാർഗം? പ്രചോദേട്ടാ. ഞാൻ ഒരു 20 മാർക്ക്. 20,000 രൂപ. ചേട്ടാ. ഓക്കെ, എനിക്ക് ഒരു ചിരിയും എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അത്രയ്ക്ക് നല്ല സ്കിറ്റായിരുന്നു, എനിക്ക് അത്രയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ ഇവർക്കൊരു 30 മാർക്ക് കൊടുക്കും. ടോട്ടൽ 50,000 രൂപയായിട്ടുണ്ട്. നസീർക്ക മൊത്തത്തിൽ ടെട്രാഡോ ട്രയാഗോ. ഞാൻ പുറകോട്ട് നിൽക്കുന്നത് ശരിയാണോ? ഒരിക്കലുമല്ല. അപ്പൊ കലക്കി കൂട്ടി എല്ലാം കൂടെ സൂര്യാസിന് 1 മാർക്ക് കൊടുത്തേ. ഉഗ്രൻ കയ്യടി, ഒരു നല്ല കയ്യടി. കാലക്കി കേട്ടോ, 3 പേരും കാലക്കി. സൂര്യൻ തുടങ്ങട്ടെ. ഒരുപാട് സന്തോഷം, എന്താ പറയണമെന്ന് അറിയാൻ വയ്യ. ഒത്തിരി സന്തോഷം. ഇത് 2ാമത്തെ തവണയാണ് ഇവരുടെ കൂടെ സ്കിറ്റ് ചെയ്യുന്നത്. ഒത്തിരി സന്തോഷം. അല്ല, സൂര്യ ഇവിടെ ആദ്യത്തെ സ്റ്റേജ് വന്നപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ഒരു വേദിയിൽ ഇങ്ങനെ. അത് സത്യമാണോ ശരിക്കും? ഇതിനു മുമ്പ് ഒരു ചാനൽ ചെയ്തു. പക്ഷെ എനിക്ക് കുറച്ച് പെർഫോം ചെയ്യാൻ കിട്ടുന്നതും എനിക്ക് 10 പേരെ അറിയുന്നതും ഈ ഫ്ലോറിൽ വന്നതിന് ശേഷം ആണല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ടല്ലേ? കാര്യം നമ്മുടെ വേദിയിൽ എന്തായാലും ഒരു അസുഖം കൊണ്ട് ഗുണമുണ്ടായി അല്ലേ? അതെ. ട്രയാഗോ സിൻഡ്രോം. അല്ല സെൽവ, ഇത് എങ്ങനെയാണ് സെൽവ ഈ സ്കിറ്റ് ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ്? കാര്യം ഇത് വളരെ ഒരു നിസ്സാര ഒരു ചെറിയ അസുഖം, ഒരു അപ്പൻഡിക്സ് തുടങ്ങിയതാ. അങ്ങനെ അങ്ങ് പറഞ്ഞു പോവാണ്. അത് എങ്ങനെയാണത്? ഇത് കണ്ടന്റ് നമ്മള് ഇപ്പൊ കളിക്കുന്ന ആൾക്കാർ നമ്മൾ ഇരുന്നിട്ട് ചർച്ച ചെയ്യും. ചർച്ച ചെയ്തിട്ട് ഗ്രൂമേഴ്സുമായിട്ട് സംസാരിക്കും. ഇന്നതാണ് കണ്ടന്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഗ്രൂമേഴ്സ് അതിന്റെ സജഷൻ പറയും. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഓരോ കൗണ്ടറുകളും ചിരിക്കുകയോ ഇല്ലേ എന്നുള്ള ചോദ്യത്തോടെ സമീപിക്കാറുണ്ട് വർക്ക് ചെയ്യുന്ന സമയം. അപ്പൊ എന്തൊക്കെ ഭാഗ്യം കൊണ്ട്, എല്ലാവരുടെയും ഭാഗ്യം കൊണ്ട് നന്നായി. ഈ ട്യൂബ്ലൈറ്റ് ഒക്കെ അങ്ങ് നിങ്ങൾ ഇരിക്കുമ്പോൾ പെട്ടെന്ന് വരുന്ന തമാശയാണോ അത്? എല്ലാരും കൂടി ചർച്ച ചെയ്ത് ട്യൂബിടും. അല്ലാതെ വേറെ രീതിയിൽ സംസാരിച്ച ചിലപ്പോൾ അതൊരു ചിരിക്കൂല. അത് ഇവൻ ആ നിസ്സാര സംഭവം വേറെ വഴിക്ക് വിളിച്ചോണ്ട് പോകുന്നോണ്ടാണ് ചിരി വരുന്നത്. അല്ല നസീർക്ക, ഈ പറഞ്ഞ പോലെ അവസാനം ഗഡി പറഞ്ഞപ്പോഴേ നീ ഇവിടെ അടിക്കേണ്ട വിറ്റ് തൃശ്ശൂർ എറണാകുളത്ത് അടിക്കേണ്ട വിറ്റ് അതിപ്പം ഓൾറെഡി നേരത്തെ നോക്കി വെച്ചാണോ അതോ ഇപ്പൊ അടിച്ചാണ്? അല്ലല്ല, നമ്മളത് റിഹേഴ്സൽ ടൈമിൽ കിട്ടിയതാണ്. ആണോ? അത് ശ്യാമു തന്നെ എങ്ങനെ പറയണ്ടായി. ഗഡി എന്ന് പറഞ്ഞപ്പോ അറിയാതെ ഞാൻ പറഞ്ഞു. ശ്യാമിന്റെ ഒരു ഗുളിക 2 ഗുളിക. ശ്യാമിന് എന്താ പറയാനുള്ള? എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈ ഫ്ലോറിൽ വന്നിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് 10 പേര് അറിഞ്ഞത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. മറ്റു സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ സ്റ്റേജ് ആർട്ടിസ്റ്റായിരുന്നു.
അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി. Okay. എന്നും വിളിക്കാറുണ്ട്. പിന്നെ ഗ്രൂമേഴ്സ് നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം വന്നപ്പോഴത്തേക്ക് സെൽവരാജ് ഇല്ലായിരുന്നു ഇവിടെ. ഞാൻ വേറെ ടീമായിട്ട് വന്നു. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. എൻ്റെ ഒരു രാവൺ ഇവിടെ കിടപ്പുണ്ട്. അതിൽ നിന്ന് എന്നെ കരകയറ്റിയത് ഗ്രൂമേഴ്സും സാറൊക്കെ സപ്പോർട്ട് ചെയ്തു. അല്ല, എൻ്റെ വലിയൊരു കൈയടി അത് ഡയറക്ടർ അർജുൻ തന്നെ അർഹിക്കുന്നതാണ്. കാര്യം ഒരാളെ കണ്ടെത്തി ഏത് ടീമിലേക്ക് ഇടണം, അപ്പൊ ഇതേപോലെ അടിപൊളിയായിട്ട് പോട്ടെ, അടുത്തതിലും അടിക്കട്ടെ. ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടി ഇവർക്ക് നല്ലൊരു കൈയടി. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. അടുത്ത ടീം വിളിക്കുക. ബിജു ചേട്ടൻ, സുധീഷ് ആൻഡ് സുമി. പ്രണയം 60 വയസ്സുകാരനെ 16 വയസ്സാക്കുന്ന പ്രണയം, അസുരനെ പോലും സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന പ്രണയം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുത്തിയെ കയറി അങ്ങ് പ്രേമിച്ചു. ഇപ്പൊ അതെനിക്ക് ഭയങ്കര കുരുവായിട്ടിരിക്കുക. ഫോൺ വിളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യം. കണ്ടാ വിളിക്കുന്നു അവളെ ഇന്ന് ഞാൻ. ഹലോ പറമത്തെ. ഹലോ രാഹുലേ. രാവിലെ അല്ലേ ഇത്, വൈകിട്ടല്ലേ? ഞാൻ രാഹുലേന്ന് വിളിച്ചതാ. ആ പറ. നീ എവിടെ നിൽക്കുവാ? ഞാനിവിടെ വീട്ടിലുണ്ട്. ഞാനേ ജംഗ്ഷനില്ല. ഏത് ജംഗ്ഷനി? നീ ഇവിടെ താമസിക്കുന്നില്ലേ? തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ ഞാൻ നിൽക്കുവാ. അവിടെ എന്തിനാ നിൽക്കുന്നത്? ഞാൻ അങ്ങോട്ട് വരുവാ. അയ്യോ, ഇങ്ങോട്ടൊന്നും വരണ്ട. അതെന്താ? എടി, ഇവിടെ ആണെങ്കിൽ താഴത്ത് ഓണർ ഭയങ്കര കലിപ്പാണ്. പിന്നെ എന്റെ കൂടെ താമസിച്ച് സുനിയില്ലേ, അവൻ അതിനേം കാട്ടി കലിപ്പാണെന്ന്. നമ്മുടെ ലൈൻ വീട്ടിൽ പൊക്കി എനിക്ക് വേറെ കല്യാണം ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് കൈ കിട്ടിയതെല്ലാം എടുത്തോണ്ട് ഞാൻ അങ്ങോട്ട് വരുവാ. വരല്ലേ. എന്റെ പൊന്നളിയന്മാരെ, എന്നെ പോലെ കയറി പ്രേമിച്ച് കളയല്ലേ. ആരുമില്ല അവിടെ. ആരുമില്ല ഇവിടെ. ഇയാടെ കണ്ണി കുരുവോ? ഞാൻ ഇവിടെ നിൽക്കുന്ന കണ്ടില്ലയോ? എന്നെ മനസ്സിലായോ? പിന്നെ കണ്ടോന്നെ മനസ്സിലാവും. മമ്മൂട്ടിയാണല്ലോ വന്നിരിക്കണത്. കാവേരി എന്ന് പറയുന്ന ഒരാളെ അറിയാവോ? അറിയാം. അവിടെ ആങ്ങളെയാ ഞാൻ. അപ്പൊ അറിയത്തില്ല. എന്തോ പറഞ്ഞത്? കാവേരി അറിയത്തില്ലെന്ന്. അപ്പൊ പ്രണയത്തിന്റെ പേരിൽ നീ അവളെ കബളിപ്പിക്കുകയായിരുന്നല്ലോ. ആരാ കബളിപ്പിച്ചത്? കബളിപ്പിക്കുകയല്ലായിരുന്നോ? എനിക്ക് ആ കൊച്ചിനെ അറിഞ്ഞൂടാ. പിന്നെ എങ്ങനെയാണ് കബളിപ്പിക്കുന്നത്? അത് എന്തൊരു വർത്താനം അത്. രാവിലെ ഞാനായത് കാവേരി. നീ എന്തുവാടി ഈ കത്തി വേഷത്തിൽ വന്നേക്കുന്നത്? നീ അല്ലേ പറഞ്ഞ ഇവിടുത്തെ ഓണറിന് പ്രശ്നമാണ്, പിന്നെ നിന്റെ സുനിക്ക് പ്രശ്നമാണെന്ന്. അതുകൊണ്ട് അമ്മയുടെ മുടിയും അച്ഛന്റെ ഷർട്ടും ഒക്കെ ഇട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തൊക്കെ പറഞ്ഞാലും പറവൂർ ഭരതന്റെ ഫിഗറും ലേഡീസ് ബാഗും. ഇതെന്തടി ഇത്? നിന്നെ കണ്ടുപിടിക്കും. നീ ഇറങ്ങി പോവാൻ നോക്ക്. അങ്ങനെ ഞാൻ പോകത്തില്ല. നമ്മുടെ ലൈൻ വീട്ടിൽ പിടിച്ച് നീ വന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് ഞാൻ കടലിൽ കാടിച്ചാവും. കാവേരി, നീ ഒന്ന് അടങ്ങ്. രാഹുലിന്റെ മാവേരാ? രാഹുലിന്റെ മുത്താരാ? രാഹുലിന്റെ പൊന്നാരാ? മുതുകണ്ട കിടന്ന് കാണിക്കുന്ന കണ്ട. നീ താണ്ട പിണങ്ങരുത്. എനിക്ക് നിന്നോട് സ്നേഹക്കുറവൊന്നും ഇല്ലടി മുത്തേ. സത്യം. നെറ്റുന്ന വലയില് കുരുങ്ങിയ മീൻ തന്നെ ഇര. ഡേ ഇൻ ഡേ ഔട്ട് ടെക്സ്റ്റിംഗ് ബ്രൗസിംഗ് അഡിക്ഷന്റെ കാര്യത്തിൽ നീ തന്നെ ഇര. ആപ്പിന്റെ ലോകത്തെ വീഴല്ലേ നീ, ഇരിക്കുന്ന കൊമ്പിന് വെട്ടല്ലേ നീ. ഫോണെടുത്ത് ലോക്ക് തുറന്നെടുക്കുന്ന ടൈം തൊട്ട് ലോക്കായതാരാണ്? നീയാ. രാഹുലേ! അയ്യോ, ദാ ബൈക്ക് വന്നത് കണ്ടോ? രാഹുലെന്ന് വിളിച്ചത്. ബൈക്ക് വരുന്നതിനെ രാഹുലിനാന്ന് വിളിക്കുന്നത്? എടി അല്ല, മറ്റേ സുനി വന്നത്. നീ ഒന്ന് ഇറങ്ങി പോവാൻ നോക്കി എങ്ങോട്ടെങ്കിലും. രാഹുൽ, നീ എന്തിനാ പേടിക്കുന്നത്? ഞാൻ വേഷം മാറി വന്നപ്പോ നിനക്ക് മനസ്സിലായില്ലല്ലോ. ഇതിന് ശബ്ദത്തിൽ പിടിക്കും. ശബ്ദം ഞാൻ ഗാംഭീര്യത്തിലാക്കിക്കോളാം. ഈ നടത്തേല് പിടിക്കും. നടത്തേ ഞാൻ ഗാംഭീര്യത്തിലാക്കിക്കോളാം. എടി വിഷയമാണ്. ടെൻഷൻ ആകാതെ നീ എന്റെ പുറകിൽ ഒളിച്ചോ. സുനി അല്ല, അവന്റെ അപ്പാപ്പനെ വരെ ഞാൻ പറ ഉറപ്പിക്കും. രാഹുലേ! രാഹുൽ എവിടെ? രാഹുൽ ഇവിടെ ഇല്ല. രാഹുലെ, ഞാൻ എല്ലാം അറിഞ്ഞടാ. കംപ്ലീറ്റ് അറിഞ്ഞ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം അറിഞ്ഞ്. എടാ, നീ നിന്റെ മാമന്റെ മോനും കൂടെ കുടിച്ചു കൂത്താടാനാണ് നീ ഇന്ന് ജോലിക്ക് പോകാതെ ഇവിടെ കള്ളം അടിച്ച് നടന്നതല്ലേ? മാമന്റെ മോനോ? ഓ, നിന്റെ വൈക്കത്തുള്ള മാമന്റെ മോൻ വന്നെന്ന് അറിഞ്ഞു. ഏത് വായിക്കത്തുള്ള അല്ല, നിന്റെ വൈക്കത്തുള്ള മാമന്റെ മോൻ വന്നെന്ന് അറിഞ്ഞു. എവിടെ? കണ്ടുപിടിച്ച് കളഞ്ഞല്ല. സാമ്പാർ വെച്ച് പോയി. കിഴങ്ങെന്ന് പറഞ്ഞ് അവനെടുത്തിടായിരുന്നു. മീശളിയ അളിയുടെ പേരെന്തോന്ന്? സൂര്യ. വിജയ്. ഞാൻ വിജയ് ഫാനാ. വിജയുടെ മൊത്തം പേരെന്താണ്? വിജയ് സേതുപതി.
പരിചയമുള്ള ശബ്ദോടെ ഈ സേതുപതി എന്ന് പറഞ്ഞാലേ തിരുപ്പതിയുടെ അപ്പുറത്തുള്ള സ്ഥലത്തിന്റെ പേരല്ലേ? അതെ, വീണ്ടും കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. അളിയന്റെ അളിയൻ വന്ന സ്ഥിതിക്കും എനിക്കിന്ന് ശമ്പളം കിട്ടിയ വകയായിട്ടും നമുക്ക് ഇവിടെ നിന്ന് അടിച്ചു പൊളിക്കണം. അപ്പൊ ആ ചെലവ് അടുത്ത റെന്റിന്റെ കൂടെ കൂട്ടത്തിൽ കൊടുക്കുമായിരിക്കല്ലോ. ഒരു തമാശ. എന്നെ തന്നെ ഞാൻ അള്ളും. നമുക്ക് അടിക്കണ്ടേ സാധനം? പോയി അടി. ആരും നിന്നെ മൈൻഡ് പോലും ചെയ്യണില്ല. നീ എന്തോ ഈ കിടന്ന് കാണിക്കണേ? ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്തു. ക്യാരക്ടർ ഞാൻ പറഞ്ഞു നീ പോ. ഞാൻ പോകത്തില്ല, എനിക്ക് പിടിച്ചിട്ട് നീ അങ്ങനെയാണെങ്കിൽ അണ്ണാന്ന് വിളിച്ച് കൂടെ നിന്നാ മതി. രാഹുലേ, അണ്ണാ രാഹുൽ, അണ്ണാ. എടാ രാഹുൽ, അണ്ണാ ആരെങ്കിലും ഒരാൾ മെനക്കെടുത്തിക്കാതെ നീ വന്നാ മതി. അവൻ വിളിക്കുവാണെങ്കിൽ മാത്രം പോയാ മതി. രാഹുലേ, വെള്ളം വേണ്ടേ അടിക്കാൻ? വേണോ? വെള്ളം ഇങ്ങോട്ട് വരുവോ? ഇല്ല. ഇവിടെ പോയി വെള്ളം എടുത്തോണ്ട് പാടാ. എന്തോന്ന് കാണിക്കണത്? അളിയാ മീശളിയാ, അളിയ വാ. അളിയന്റെ ഒരു കാര്യം പറയാനുണ്ട്. അങ്ങോട്ട് തിരിഞ്ഞെന്ന് പറഞ്ഞാൽ മതി, എനിക്ക് കേൾക്കാം. മനുഷ്യൻ എന്താ നീ കാണിക്കുന്നത്? രാഹുലേ, 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 രാഹുലേ. എടാ എന്താ എടാ, എനിക്ക് നടുവയ്യാന്ന് നിനക്ക് അറിയാല്ല. ഞാൻ എന്നും ജോലി കഴിഞ്ഞ് വരുമ്പോ നീയല്ലടാ എന്റെ പാന്റ് ഊരി തരണത്. അതും ഇങ്ങനെ ഒരു പെങ്കൊച്ചോ നിൽക്കുമ്പോ പകച്ചു നിൽക്കുമ്പോൾ വേറെ സ്ഥലത്തുനിന്ന് ഒരു അതിഥി വരുന്നു, അപ്പൊ പകച്ചു നിൽക്കും. നിനക്ക് നാണവും മാനവും ഇല്ലെന്ന് പറഞ്ഞ് എന്താടാ എണ്ണ ഈ കാണിക്കണേ? നീ ഊരി എണ്ണ ഉരിയുടെ ആവശ്യമില്ല. അതൊരു നടുവും വയ്യാതാ. രാഹുലേ, എടാ കണ്ടാടാ കൊലുസ്? കാണുകയും ചെയ്ത് കേൾക്കുകയും ചെയ്ത്. എടാ എന്തോന്നടാ ഇത്? അത് സേതുപതിയിലെ ഒരു ആചാരം. എനിക്ക് ആചാരങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് പറ. അതിനി ആലോചിക്കട്ടെ, ഇത് എന്തൊരു പറയുമോ എന്തോ. എന്തൊരു ആലോചിക്കാതിരിക്കണ്ട ഒരു ആചാരത്തിൽ. ഞാൻ പറയാ, നീ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കണ്ട. ആചാരം ചോദിക്കുന്നുണ്ട്. പറഞ്ഞു കൊടുക്കും രാഹുലേ അങ്ങോട്ട്. കൈസിലങ്ങ് ഒഴിവായല്ലേ, ഞാൻ പുതിയത് ഉണ്ടാക്കണ. അതാ ഇതണ്ണ. യവക്ക് അങ്ങ് സേതുപതിയില് ഇവക്കാ വേറെ അവക്ക് സേതുപതിയുമായിട്ട് പ്രണയമായിരുന്നു. അങ്ങനെ ഇവരുടെ വീട്ടുകാർ കല്യാണം സമ്മതിച്ചില്ല. ആ വിഷമത്തിലാണെങ്കിൽ ആ പെണ്ണാണെങ്കിൽ കിണറ്റി ചാടി തൂങ്ങി വിഷം അടിച്ച് മരിച്ചെണ്ണ. അന്ന് തൊട്ട് ആ ഓർമ്മയ്ക്കാണ് അവൻ കൊലിച്ചിട്ടുണ്ട് നടക്കുന്നത്. ആ പെണ്ണിന്റെ പേരെന്തിര്? പെണ്ണിന്റെ പേരെന്തിര്? ഇനി അതും ഞാൻ ഉണ്ടാക്കാം. പേര് പറയടേ. ഒരു പെണ്ണിന് പേരില്ലേ? പേരെന്ന് വെച്ചാ മാരിമുത്തു. ആണിന്റെ പേരില്ലടാ അത്. പറഞ്ഞു വരട്ടെ, മാരിമുത്തു ചിപ്പി. ചിപ്പി ചിപ്പി പെണ്ണാണ്. പെണ്ണാണല്ലേ? പെണ്ണാണ്. അത് മാത്രല്ല, ലേഡീസിന്റെ ചെപ്പലും ക്യൂടെക്സ് ഉണ്ട്. ഇനി വേറെ കളർ. അങ്ങനെ ഇനി അതിന് ഞാൻ കഥ ഉണ്ടാക്കി. അളിയാ കഴിയളിയാ, അവിടെ കൂട്. അളിയനടുത്ത് ഒഴിച്ചു തരാം. പിടികളിയാ. സന്തോഷം. അളിയന്റെ അളിയൻ വന്നേന്റെ സന്തോഷത്തിന് കഴിക്കുമല്ലേ? ഇതാണ്ടേ വിജയ് സേതുപതിയുടെ എത്ര പെട്ടെന്ന്. നല്ല കുടി കുടിക്കുന്നുണ്ട്. എന്തൊരു ആംബിയറാടാ ഇതിനൊക്കെ. കഴിയളിയാ. എടാ ഇത് ഏതോ ഷാപ്പിൽ അടിച്ചു കിടന്ന സാധനോടാ. കണ്ടാ പടാന്ന് 2 പെഗ് അടിച്ചു കണ്ടാ. പക്ഷെ രാഹുലെ എനിക്ക് ചെറിയൊരു ഡൗട്ട്. തലയ്ക്ക് പിടിക്കണില്ലെന്ന് തോന്നണ അളിയന്. ഇനി അങ്ങനെ വരാം. തലയ്ക്ക് പിടിക്കില്ല. 2 പെഗ് അടിച്ചല്ലേ? തലയ്ക്ക് പിടി. ഭൂലോക തോൽവി എന്റെ അല്ല, നിന്റെ. അത് പറഞ്ഞപ്പോ അതാ എന്തോന്നാ എണ്ണം കെട്ടവളെ ഫിറ്റായിട്ട് അഭിനയിക്കാൻ. നല്ല വെരി നാച്ചുറൽ ആക്ടിങ്. നല്ല പിടുത്തം. അണ്ണ 2 എണ്ണം കൂടി ഒഴിച്ച് ഒരെണ്ണം അങ്ങോട്ട്. എടി ഞാൻ എന്താ പറഞ്ഞെന്നറിയാം, പിടുത്തമാണെന്ന് പറയാം. എന്റെ മീശ ഇളകിയിരിക്കുന്നു, ഞാനത് ഒട്ടിച്ചു തരാം. നല്ല പിടുത്തം സേതുപതി. ഞാൻ ഈ മീശ ഇളക്കി തരുന്ന സമയത്ത് അളിയാ, നമ്മുടെ രാഹുലിന്റെ അളിയായി സേതുപതി ഇന്ന് വന്നു കേട്ടാ. ഇവിടെ സാധനമൊക്കെ എടുത്തു വെച്ച് കഴിച്ചോണ്ടിരിക്കുന്നു. ഞങ്ങൾ ഓരോ പെഗ് 2, 3 അല്ല മീശ നേരത്തെ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു മീശ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെ ആക്കണത് അത് ചിന്തിക്കുവാണ്. ഈ സാധനം തീർന്ന ഇനി എവിടെ നിന്ന് ബ്ലാക്കിൽ എടുക്കും ചിന്തിക്കുവാ. ഓ അങ്ങനെയാണ്. റേറ്റ് ആണല്ലോ. അപ്പൊ ഞാൻ ഒരെണ്ണം കൂടെ ഒഴിച്ചാലാ? ഒഴിച്ചോണ്ട് വാ. ഗ്ലാസ് കൊടുത്തു. അത് നല്ലപോലെ ഒട്ടിയത് പോലും ഇല്ല. ഞാൻ വെറൈറ്റി ചുമ്മാ ഇരിക്കാം. രാഹുലേ,
രാഹുലേ വാള് വെക്കാൻ വന്നു കഴിഞ്ഞാൽ വാള് വരണ വാളുണ്ടല്ലോ തിരിച്ചിറങ്ങിപ്പോ ഉഗ്ര ഒരു നമ്പരുണ്ട്. നമ്മളെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, പച്ച വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളി ചാലിച്ച് വയറിൽ വെച്ച് ഇങ്ങനെ ഒരു 10 മിനിറ്റ് തടവണം. നീ കോട്ടയം സ്റ്റൈലിൽ മീൻകറി ഉണ്ടാക്കാൻ പോണ അതല്ല മരുന്നടാ അത്. അങ്ങനൊന്നും വേണ്ട. അമൃതാഞ്ജനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമൃതാഞ്ജുണ്ട്, അമൃതാഞ്ജുണ്ട് ഇവിടെ ഇവിടെ അമൃതാഞ്ജൻ. അങ്ങനെ ഇട്. നിന്റെ മീശയില്ലേ? ദൈവമേ, പലയിടത്തും മീശ വെക്കണം കണ്ട് അവിടുത്തെ ചന്തി മീശ വെച്ചോണ്ട് നടക്കണം. ഇങ്ങോട്ട് വന്നാ എനിക്ക് അണ്ണനെ ഭയങ്കര ഇഷ്ടമാണ്. അതെന്താന്നറിയാമോ? കാരണം അണ്ണ ഇത്രയും നാള് എന്റെ ചെലവ് നോക്കുന്നു. ഒരു ബന്ധവും ഇല്ലാത്ത എന്റെ സേതുപതി വന്നപ്പോ അവനെ അണ്ണ സ്നേഹിക്കുന്നല്ലേ. സ്നേഹം കൊണ്ടല്ലേ അണ്ണ? അണ്ണനെ നീ എന്റെ പൊന്നനിയനല്ലടാ. നല്ല നാറ്റോണ. നിങ്ങളിപ്പോ വീഴും കേട്ടോ. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് കിടന്നുറങ്ങാൻ നോക്കി. എന്ന് കട്ടില്ല നീയല്ലേ അളിയ എന്റെ കൂടെ കിടക്കും. അതെ അതെ. ഇന്ന് നീ തറയെ കിടക്കും. നിന്റെ അളിയൻ നമ്മളെ ഗസ് എവിടെ? എന്ത് കിടക്കും? പിന്നെ കിടക്കുമ്പോ കാലൊക്കെ എടുത്ത് ഞാൻ മണ്ടേ കൂടെ ഇടും. കൊച്ചിലോണ ശീലോണൊന്നും തോന്നല്ലേ കേട്ടോ. കള്ള എന്റെ അടുത്ത് പോലും അങ്ങനെ ചെയ്തിട്ടില്ല. അയ്യോ കടകളിയാ കടകളിയാ ഉറങ്ങണ്ട. അവൻ കിടക്കൊണ്ട് അവൻ ഇവിടെ വന്ന് കിടന്നോളാം. പോളിയാ കടകളിയാ പോളിയാ. എന്റെ അടുത്ത് പറഞ്ഞ എങ്ങനെ വരല്ലത്? ഇവിടുന്ന് കണ്ട വന്നപ്പോ മുതൽ എന്നോട് ദേഷ്യം. എന്നോട് ഇഷ്ടമുണ്ട് സത്യം പറ രാഹുലേ. എനിക്ക് ഇഷ്ടമുണ്ട്. രാഹുലിന്റെ പൊന്നാരാ? ഞാനാ. രാഹുലിന്റെ മുത്താരാ? ഞാനാ. എന്ത് എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമല്ലോ. നാളെ നമ്മുടെ കല്യാണം. എനിക്കൊരു ഉമ്മ തരുവോ? രാഹുലിന് ഒരു മേല 1000 ഉമ്മ ഞാൻ തരും. എനിക്കത് മതി. ഇവ ഇത്തരക്കാരനായിരുന്ന മീശയുടെ ഉമ്മ ചോദിച്ചേക്കണ. നമുക്ക് അങ്ങോട്ട് പോയാലോ? രാഹുലേ, സൗണ്ടിന് ചെറിയ പ്രശ്നം ഉണ്ടല്ലോ. ഇയാള് എന്തോ റസൂൽ പൂക്കുട്ടിയാണോ സൗണ്ട് പിടിക്കാൻ? സൗണ്ടിന്റെ കേസ് വിട്. കേട്ടോ നോക്കട്ടെ. മീശ എവിടെ? മീശ എവിടെ? മീശ ഇപ്പൊ പഠിച്ചു. ആര്? രാഹുൽ പറഞ്ഞിട്ട് ഇപ്പൊ പഠിച്ചു. ഇവൻ പറഞ്ഞ? ഇവൻ പറയും. ഇവൻ മാത്രമേ മീശ പഠിക്കാൻ പറയൂ. നേരത്തെ ഒരു പിടിച്ച കണ്ട എന്നെ. ഇങ്ങി വാ അളിയാ. അളിയ എവിടെ നിന്ന് രക്ഷപ്പെട്. ഇവന്റെ അണ്ടറിൽ നിന്ന് അളിയൻ രക്ഷപ്പെടണം. അതാണ് എന്റെ ആഗ്രഹം. കുടുക്കെ എടുത്തുണ്ട് വിട്ടോ. അല്ല ഞാൻ നീ എന്തെണ്ണ മാറിയില്ലേ? നമ്മൾ ഇത്രയും കാലം എന്തെണ്ണ ഞാനും തൊടുന്നതിന് എന്തെണ്ണ? അളിയ എന്തെങ്കിലും സാധനം ഇവിടെ മിസ്സായിട്ടുണ്ടോ നോക്കിക്കൊള്ളണം. എന്റെ ബ്ലൗസ് ചുരിദാർ. അയ്യോ അടിപ്പാവാടാ. എല്ലാം എന്റെ ഇഷ്ടപ്പെട്ട ഡ്രസ്സാ. ഇവമേ ഇന്നലെ ടിവിയിൽ ഒരു വാർത്ത കേട്ടേ ഉള്ളൂ. ലേഡീസ് ഹോസ്റ്റലിൽ നിന്ന് തുണി അടിച്ചു മാറ്റാൻ വൻ സംഘം ഇറങ്ങിയെന്ന്. നീ അക്കൂട്ടത്തിലുള്ളതാണല്ലേ. ഇനി ഇവന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തണം. അതാണ് എന്റെ. ഇറങ്ങി വെളിയിറങ്ങി. പോടാ ഇറങ്ങി. ഇറങ്ങണോ? ഇയാൾ കുറെ നേരമായിട്ട് തുടങ്ങിയാണല്ലോ. ഇയാൾ ആരാന്ന് വിചാരിച്ചാ ഇയാൾ സംസാരിക്കുന്നത്? ഞാൻ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് അത് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്. ഞാൻ കാവേരി, അത് രാഹുൽ. രാഹുലിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങൾ ഭയങ്കര പ്രണയം. അണ്ണ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാലോ എന്ന് വിചാരിച്ചോണ്ട്. എന്തുകൊണ്ടാ നേരത്തെ ഒരു വാക്കിന്റെ അടുത്ത് പറയാത്തത്? ഈ പെമ്പിള്ളാരെ ഒന്നും ഇഷ്ടമല്ലല്ലോ. എന്റെ പൊന്നു വെച്ചാൽ നീ ഇവന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് ഇറങ്ങി വരുന്നത്. സുഖമില്ലാതെ കിടക്കുന്ന അച്ഛനും അമ്മയും 10-12 സഹോദരിമാരെ കെട്ടിക്കാൻ നിർത്തിയിരിക്കുന്നു. എന്തോ എന്റെ അച്ഛൻ ഫാം നടത്തുന്ന അല്ല, 2 സഹോദരിമാരെ കെട്ടിക്കാൻ നിർത്തിയിരിക്കുന്നു. ഇതിന്റെ ഇടയിൽ കൂടെ നിങ്ങളെ കല്യാണം നടന്നെന്ന് വിചാരിച്ചോ? നിങ്ങളെ കല്യാണം നടന്നു കഴിഞ്ഞാൽ കല്യാണത്തിന്റെ ചെലവ്, പിന്നെ കൊച്ചു ഗർഭിണിയാകുമ്പോൾ അതിന്റെ ചെലവ്, പിന്നെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന്റെ നൂല് കെട്ട് കാര്യങ്ങൾ മറ്റത്, പിന്നെ ഒന്ന് സ്കൂളിൽ ചേർക്കുമ്പോൾ LKG ചേർത്ത് കഴിഞ്ഞാൽ ഡൊണേഷൻ കൂടുതലായിരിക്കും അല്ലേ? അല്ല, അവിടെ എന്താ പ്രശ്നമുണ്ട്? പറഞ്ഞോ? അല്ല നിന്റെ ഇളയ കൊച്ചു എത്ര പഠിക്കുന്നത്? LKG. LKG പഠിക്കുന്ന ഒരു കൊച്ചിന്റെ ഡൊണേഷൻ ഫീസ് എത്രയാണെന്ന് അവന്റെ അടുത്ത് ചോദിച്ചു നോക്ക്. ഭയങ്കര പൈസയാണെന്നേ. കെട്ടി കഴിഞ്ഞു. മക്കളുണ്ടല്ലേ? അപ്പൊ നീ എന്നെ ചതിക്കുവായിരുന്നല്ലേ രാഹുലേ? ഞാൻ എന്ത് ആത്മാർത്ഥമായിട്ടാണ് നിന്നെ രാഹുലിന്റെ മാവയാരാ? എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ പറഞ്ഞേക്കാം. നീ എന്നെ ചതിച്ചു കണ്ടോ. ഈ കാവേരി നീ അറിയും. കുളിക്കാതെടി. പിന്നല്ലാതെ ഞാൻ എന്തോ ചെയ്യും? പറഞ്ഞോട്ട് ഹലോ അച്ഛനെ വിളിക്കുന്നു. രാജീവ് ഇപ്പൊ എവിടെ ഉണ്ട്? ഞാൻ ആ ജംഗ്ഷനിലുണ്ട്. എന്തിനാ ഇപ്പൊ പാട്ട് പാടുന്നത്? എന്തുവായാലും നമ്മുടെ ലൈൻ വീട്ടിൽ പൊളിച്ചു. ഞാൻ അങ്ങോട്ട് വരുവാ. കൈ കിട്ടിയ സാധനങ്ങളും എല്ലാം എടുത്തോണ്ട് ഞാൻ അങ്ങോട്ട് വരുവാ. എന്നോട് പറഞ്ഞ ആദ്യത്തെ സെയിം ഡയലോഗ് നിന്നെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അങ്ങ് പോവോ? അതല്ല, ഈ ബിഗ് മീശയൊക്കെ വേണ്ടേ? അതാ ഞാൻ ചോദിച്ചത്. അവിടെ പോയി സേതുപതിയാവാലോ. എടാ, പിടിച്ചതിനേക്കാളും വലിയ സാധനമായിരുന്നാ മാളത്തിനകത്തോടിരുന്നത്. പോട്ടേളിയാ കാവേരി. നോ, സേതുപതി. നല്ലൊരു കൈഡി. അടിപൊളി. നൈസ്. നല്ല ഗെറ്റപ്പ് ആയിരുന്നു കേട്ടോ. സേതുപതി. ചേട്ടാ, സുമി, സുധീഷേ,
ബിജു ചേട്ടാ. കിട്ടില്ല സ്കിറ്റായിരുന്നു കേട്ടോ, അടിപൊളിയാണ്. നല്ല പ്ലേ എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ട് തോന്നുന്നു. ഇപ്പം ഏറ്റവും അധികം ലീഡ് ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ പെൺകുട്ടികളാണ്. നിങ്ങൾ നിന്നങ്ങ് തകർക്കുകയാണ്. സത്യം. അത് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല സുമി, ബിഗ് സാല്യൂട്ട് വേണം, അടിപൊളിയാണ്. പക്ഷേ അതിന് നെഗറ്റീവ് മാത്രം എന്ന് പറയുന്നത് ഇവിടെ വന്ന് രണ്ടുപേർ ഇരുന്നല്ലോ, അവിടെ വരെ 100 അതിനുശേഷം ഒരു ഇത്തിരി ലാഗ്, അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നി. ബാക്കി അവിടെ വരെ 100 കേട്ടോ, അടിപൊളിയായിരുന്നു. നിങ്ങൾ 3 പേരും അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രജോ ചേട്ടാ. ഷാജൻ ചേട്ടാ, എനിക്ക് തോന്നുന്നു ഇത് ഐറ്റം വേറെയുടെ വേദിയിൽ പെൺകുട്ടികൾ ചരിത്രം തിരുത്തി കുറിക്കുകയാണ് ഇവിടെ. ഈ സ്കിറ്റില് നിന്നലക്കിയത് നമ്മുടെ സുമിയാണ്. ഒരു വലിയ കൈയുടെ സുമിക്ക്. സുമി ഉഗ്രനായിട്ട് ഇത് ചെയ്തു. നിങ്ങൾ രണ്ടുപേരും അടിപൊളിയായിരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ നമ്മുടെ സ്റ്റേജിൽ നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ സഹോദരിമാർ ഇങ്ങനെ പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷമുണ്ട്. കാര്യം അതിനുള്ളൊരു സ്പേസ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ല? അതിന് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സാധാരണ നമ്മൾ മിമിക്രി കളിക്കുമ്പോൾ അത് അല്ല ഞാൻ ഇച്ചിരി കയറി ഞാൻ പെർഫോം ചെയ്യണം, അല്ല എൻ്റെ വേഷം നന്ന്. ഇവിടെ അങ്ങനെ ഒരു ടീം അംഗങ്ങൾക്കും ഒരു ടീമിലും അങ്ങനെ ഒരു ഈഗോ പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്നുള്ളതാണ്. ടീമുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൾ പറഞ്ഞു കൊടുക്കുകയും അവരുടെ സ്കിറ്റിന് പറ്റിയ കൗണ്ടറുകൾ പറഞ്ഞു കൊടുക്കുന്നത്, അത് വേറെ ഒരു ഷോയിലും കാണാത്ത ഒരു വലിയൊരു പോസിറ്റീവ് ഒരു വൈബാണത്. അത് ഇന്നിവിടെ കാണാൻ പറ്റി. സ്കിറ്റിനെ കുറിച്ച് പറയാനുള്ളത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കുറച്ച് ലെങ്ത് കൂടിപ്പോയി എന്നെനിക്ക് തോന്നുന്നു. ബാക്കി നോക്കുമ്പം കുഴപ്പങ്ങളൊന്നുമില്ല, അത്യാവശ്യം ചിരിക്കാനും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൂടുതൽ പൊട്ടിച്ചിരികളുമായിട്ട് അടുത്ത വേദിയിൽ വരണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക, ഇവിടെ ഇപ്പം പല ടീമുകളുമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്ത് ആർട്ടിസ്റ്റുകൾ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ മാറി നിന്ന് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരികയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്തതാണ്. നമ്മുടെ സ്റ്റേജിനുള്ള സാധനം നിങ്ങൾ തരൂ എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ആരൊക്കെ മാറിയാലും അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും എവിടെ വന്നാലും 3 പേര് കയറിയാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങളത് അവതരിപ്പിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. നിങ്ങളുടെ മാത്രമല്ല, ഈ നമ്മുടെ ഇത് ഐറ്റം വേറെയിലെ എല്ലാ ആർട്ടിസ്റ്റുകളും ഗംഭീരമായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഈ പറയുന്ന ഒരു കാര്യം എനിക്കും പറയാണ്ട്, ഇച്ചിരി ലെങ്ത് കൂടിപ്പോയി സാധനത്തിന്. അവസാനത്തിലേക്കൊക്കെ വരുമ്പോൾ ഒരു ചെറിയ തമാശയുടെ കുറവ് ഫീൽ ചെയ്തു. അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. അപ്പൊ ഈ പെർഫോമൻസിന്റെ മാർക്ക് ഷാജൻ ചേട്ടാ? ഞാൻ ഇവർക്കൊരു 12,000 രൂപ കൊടുക്കും. 12,000 രൂപ. നസീർക്ക? ഞാൻ 10,000 രൂപ കൊടുക്കും. അപ്പം ടോട്ടൽ 22,000 ആയിട്ടുണ്ട്. പ്രജോ ചേട്ടാ, ടോട്ടൽ എമൗണ്ട് 40,000 രൂപ. പോട്ടെ, 40, 50, 60, 70 ഒക്കെ ആവട്ടെ. ഓക്കെ, ശരി കളിയോ? ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. അടുത്ത ടീം ബാസ്റ്റിൻ, ശ്രീജു, സഞ്ജിത. ആഹാ, പ്രഭാകര, രഘുത്തമനാണേ. എന്താടാ നീ കഴിഞ്ഞ ആഴ്ച പുതിയൊരു കാർ മേടിച്ചിട്ട് എന്റെ മുറ്റത്ത് വന്ന് നീ ഒരു പട്ടിഷോ കാണിച്ച് നീ എനിക്കൊരു ലഡു കൊണ്ട് തന്നു. അതിന് നാളെ ഞാനും വാങ്ങുന്നുണ്ടാ. ലഡുവല്ല, ഷോറൂമിൽ നിന്ന് പുതിയ കാറ്. എന്നിട്ട് നിന്റെ മുറ്റത്ത് ഞാൻ വന്നിറങ്ങും ലഡുവില്. അല്ല, കാറില്. എന്നിട്ട് ഞാൻ വന്ന് നിന്നോട് ഞാൻ പ്രഭാകര ഒറ്റ മിനിറ്റ് ഒരു കോള് വരുന്ന ജസ്റ്റ് ഒന്ന് എടുത്തോട്ടെ. പൈസ തരാന്ന് പറഞ്ഞ അവറാച്ചൻ മുതലാളി. ഹലോ മുതലാളി. എടാ മക്കളെ, ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. എന്നാ മുതലാളി? പൈസ റെഡി ആയിട്ടില്ല. പൈസ റെഡി ആയിട്ടില്ലേ? അല്ല മുതലാളി, 2,00,000 രൂപ നാളെ കിട്ടില്ലെങ്കിൽ എന്റെ ഫുള്ള് പ്ലാൻ പൊളിയും എന്ന് പറഞ്ഞ ഇത് ഞാൻ അച്ചടിച്ചെടുക്കണം. പോരാ അവിടെ. അല്ല മുതലാളി, ഞാൻ പറയാം 2,00,000 രൂപ. ഹലോ, അയ്യോ മുതലാളി വെച്ചിട്ട് പോയി 2,00,000 രൂപ ഞാൻ അവിടെ പോട്ടുണ്ടാക്കും. എന്തിനാ ഞാൻ പൈസക്ക് വേണ്ടി തണ്ടുന്നേ? അവളെ സ്വർണ്ണം ഉണ്ടല്ലോ, ആ സ്വർണ്ണം നമുക്ക് അങ്ങ് പണയം വെച്ചാ പോരെ? സുമേ, എന്താ ഇങ്ങോട്ട് വാടി പൊന്നെ. എന്റെ പ്രണയത്തിൻ താജ്മഹൽ വന്നു ചേർന്നൊരു മനശലഭമേ. എന്താ പതിവില്ലാതെ ഒരു സ്നേഹപ്രകടനം? സുമേ, ഞാൻ നിനക്കൊരു ഡയമണ്ട് നെക്ലസ് മേടിച്ച് കഴുത്തിയിട്ട് വന്നാൽ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വാങ്ങിച്ചു വന്ന ഞാൻ ഇടും. പക്ഷെ ചെറിയൊരു കുഴപ്പമുണ്ട്. എന്താ? ഈ ഡയമണ്ട് ഇടയ്ക്ക് ആ സ്വർണ്ണം ഇരിക്കുന്ന കാണാൻ വേണ്ടി ഭയങ്കര വൃത്തിയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഡയമണ്ട് വാങ്ങിക്കുന്നതിന് മുമ്പ് നമുക്ക് പോയ സ്വർണ്ണം അങ്ങ് പണയം വെച്ചാലോ? കഴിഞ്ഞില്ല, തീർന്നു. എടീ പൊന്നെ, നീ സ്വർണ്ണം ഒന്ന് താടി. ഞാൻ ഓൾറെഡി ഷോറൂമിൽ 5,000 രൂപ അഡ്വാൻസ് കൊടുത്തേക്കുവാ. കാറ് മേടിച്ചില്ലെങ്കിൽ പ്രഭാകരന്റെ മുമ്പിൽ ഞാൻ നാറിപ്പോയാലും എന്റെ സ്വർണ്ണം ഞാൻ തരത്തില്ല. അപ്പൊ നീ പറഞ്ഞു പറഞ്ഞ എനിക്ക് സ്വർണ്ണം തരത്തില്ലെന്നാണോ? ഇല്ല. എനിക്ക് വേണ്ട പുല്ല നിന്റെ സ്വർണ്ണം. അളിയാ ബിജു വർഗീസേ, പറയടാ.
ഐ നീഡ് എ ഹെൽപ്പ്. മലയാളത്തിൽ പറയാൻ പറ്റും. അളിയ എനിക്ക് നിന്റെ ഒരു സഹായം വേണേ. പറഞ്ഞേ. എടാ ഞാൻ നാളെ കാറെടുക്കാൻ പോകുന്ന കാര്യം നിന്നോട് ഞാൻ പറഞ്ഞില്ലേ? പക്ഷെ നാളെ എടുക്കാനുള്ള പൈസ എന്റെ ഇല്ലടാ. എന്റെ പെണ്ണുങ്ങളോട് ഞാൻ സ്വർണം പണയം വെക്കാണ്ട് ചോദിച്ചു, പക്ഷെ അവള് തരത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് നീ ഒരു കള്ളനെ പോലെ വന്ന് ആ സ്വർണം അടിച്ചു മാറ്റുന്നു. നാളെ ഞാൻ കൊണ്ട് പണയം വെക്കുന്നു, ഞാൻ പുതിയ കാർ വാങ്ങുന്നു. ചെറുക്ക എന്റെ വായിരിക്കുന്ന വല്ലതൊക്കെ കേട്ടാ എന്നെ കൊണ്ടൊക്കെ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഒരു ഡീല് പറയാം. ഈ എടുത്തോണ്ട് പോകുന്ന സ്വർണത്തിന്റെ 25% നിനക്ക് ഞാൻ കമ്മീഷനായിട്ട് തരാം. എന്റെ പൊന്നാളിയിലടാ ഒന്ന് എടുത്തതാടാ. ഉള്ളതാണോ? ഉള്ളതാ. എന്നാ ഒരു കാര്യം ചെയ്യ്, ഞാൻ വരൂല, പകരം വേറൊരാളെ പറഞ്ഞു വിടാം. അപ്പൊ നീ വേറൊരു കളനെ അറേഞ്ച് തരും. അങ്ങനെയെങ്കിൽ ഞാൻ ഓൾറെഡി അടുക്കളയുടെ കഥക് തുറന്നിട്ടുണ്ട്. നീ അവനോട് പറ, 1/2 മണിക്കൂറിൽ ഞങ്ങൾ ഉറങ്ങും, പെട്ടെന്ന് വരാൻ പറയണം. ഓക്കേടാ പൊന്നാച്ചി. നിങ്ങൾ എന്തോ ഈ പിറുപിറുത്ത് സംസാരിക്കുന്നത്? കിടക്കുന്നില്ലേ? അല്ല, എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്, നീ കിടന്നുറങ്ങിക്കോ. മനുഷ്യ അങ്ങോട്ട്. അയ്യപ്പൻ കുറിയപ്പൻ ആനക്കള്ളൻ ചെറുപ്പത്തി നല്ല ഉറക്കം രണ്ടുപേരും. അയ്യോ, ഒച്ച വെക്കല്ലേ, അവളെ എഴുന്നേക്കും. കള്ളനാണല്ലേ? എങ്ങനെ മനസ്സിലായി? അല്ലാതെ ഈ പാതിരാത്രി എന്റെ വീട്ടിൽ ജില്ലാ കളക്ടർ വന്ന് കയറി വരത്തില്ലല്ലോ. ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ കുറെ നേരമായിട്ട് കാത്തിരിക്കുവായിരുന്നു. റൂട്ട് മാറുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ കള്ളനാണ്, മറ്റേ കൂട്ടുകാരൻ പറഞ്ഞു വിട്ടിട്ടൊന്ന. ആണല്ലേ? ഈ അലമാര തുറക്കണമെങ്കിൽ അതിനുള്ള താക്കോല് വേണമല്ലോ. ഈ താക്കോലല്ലേ ചേച്ചി കിടന്നുറങ്ങുന്ന തലയുടെ അടിയിലിരിക്കുന്നത്? അയ്യോ, അതെങ്ങനെ അറിയാം? ഞാൻ കള്ളനാണ്, അല്ലാതെ കളക്ടർ അല്ല. ശരിയാ. അപ്പൊ നീ ആ താക്കോൽ എങ്ങനെ എടുക്കും? അതിനാണ് ടൂൾസ്. ഇത് വെച്ച് എന്തുവാ കാണിക്കാൻ പോണേ? കാണിച്ചു തരാം. കാണിച്ചതാ, കാണിക്കും. ആ ഉപ്പ് തിന്നു. കുഴപ്പമില്ല, കുറച്ചും മോള് വാ തുറന്നോളൂ. എന്തിന്? കേട്ടിട്ടില്ലേ ഉപ്പ് തിന്നുമ്പോൾ വെള്ളം കുടിക്കുമെന്ന്? അതല്ലെന്ന്, ഇവർ എഴുന്നേറ്റ് അത് എടുക്കാൻ പറ്റും. എന്റെ ഐഡിയ തീർന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. കുഴപ്പമില്ല, എന്റെ ഒരു ഐഡിയ ഉണ്ട്. എടാ, ഈ പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേകതര സ്വഭാവം ഉണ്ട്. എന്താണ്? ഇവളുമാർ ഈ ഉറയും കിടക്കുന്ന സമയത്ത് ഇവളുമാരെ ഉത്ബോധ മനസ്സ് എപ്പോഴും ഉണർന്നിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇവളുമാരെ എങ്ങനെ പൊക്കി പറഞ്ഞാലും ഇവളുമാർ തന്നെ പൊങ്ങിക്കോളും. എങ്ങനെ? കാണിച്ചു തരാം. സുമേ, നീ എന്തൊരു സുന്ദരിയാണ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ പഞ്ചായത്ത് നിന്റെ അത്രയും ഗ്ലാമറുള്ള ഒരു അപ്സരസ് വേറെ ഇല്ല. നിന്റെ ആ കലകല എന്നുള്ള ശബ്ദം പൂങ്കുവിൽ പാട്ട് പാടുന്നേക്കാളും അപ്പുറമാണ്. പൂങ്കുയിലൊന്ന് മാറ്റി പിടിക്കാൻ പറ്റൂ? എന്തിനാ? വലിയ ചേർച്ചയൊന്നും ഇല്ല. ലോജിക്കലി കറക്റ്റ് ആകുന്നില്ല. ശരിയാ. എങ്ങനെ എഴുന്നേപ്പിച്ചേ? നിന്ന് ചന്ദ്രലെ കളിക്കാറാ. ഞാനൊന്ന് ആലോചിക്കട്ടെ. കിട്ടി. സുമേ, നീ എന്തൊരു സുന്ദരിയാണ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ പഞ്ചായത്ത് നിന്റെ അത്ര സൗന്ദര്യമുള്ള പെണ്ണ് വേറെ ഇല്ല. കൈ എടുത്തോണ്ട് പോടാ. ഇതെങ്ങനെ തിരിച്ചു പോകും? കാണിച്ചു തരാം. ഇത്ര ഉള്ളു. നീ ഇവിടെ അലമാര പറഞ്ഞേ. അതെ, കുടിക്കാച്ചിരി വെള്ളമെങ്കിലും കിട്ടൂ. ആദിത്യ മര്യാദ. സോറി, ഞാൻ അതിനെ കുറിച്ച് മറന്നുപോയി. ഞാൻ പോയിട്ട് ഇപ്പൊ വെള്ളം എടുത്തോണ്ട് വരാം. ഞാനൊന്നും കാണുന്നില്ല എന്ന് നീ കരുതിയല്ലേ? എന്റെ പൊന്നു ചേച്ചി അറിയാതെ ഈ വീട്ടിൽ വന്ന് കയറിപ്പോയതാ. ഇനി ഒരു തെറ്റും ചെയ്യൂല. വെറുതെ ആളെ വിളിച്ചു കൂട്ടി അടി വാങ്ങിച്ചു തരല്ലേ. നീ അല്ലേടാ ഒസാമ ബിലാദിനെ 30 വെള്ളിക്കാശ് നോറ്റിക്കൊടുത്ത ജോർജ് ബുഷ്? അങ്ങനെയൊക്കെ ആൾക്കാർ പറയും. ജോർജ് ബുഷ്? ഇവൾക്ക് ഈ ഉറക്കത്തിൽ തന്നെ തന്നെ സംസാരിക്കുന്ന സ്വഭാവം ഉണ്ട്. കുഴപ്പമില്ല, പുറമെ നടക്കുന്ന ഒന്നും അറിയത്തില്ല. പോയിട്ട് അലമാര തുറന്നോ. ഇതെങ്ങനെ തിരിച്ചുവിടും? എക്സസൈസ് ചെയ്യാം. ഈ പാതിരാത്രിക്കോ? അല്ല, പുറകിൽ ആരാ നിൽക്കുന്നേ? ഞാൻ ഈ പുള്ളിയുടെ ട്രെയിനറാ. അങ്ങനെ. ഗുഡ് നൈറ്റ്. ഇത് കഥ പറയാതെ തുറക്കാവോ? കുടിക്കാനുള്ള വെള്ളം കിട്ടിയില്ല. ആദിത്യ മര്യാദ. ഞാൻ ഇതിനെ കുറിച്ച് മറന്നു എടുത്തിട്ട് വരാം. അല്ല, സമ്മതിക്കൂല. എന്റെ സങ്കടം കേട്ടിരിക്കാൻ ആരുമില്ല ഇവിടെ. ആരാ പറഞ്ഞ ആരുമില്ലെന്ന്? അതില്ലേ ഞാനിവിടെ ഇരിക്കുന്നത്. ചേച്ചിയുടെ സങ്കടങ്ങൾ മൊത്തവും പറ. എന്റെ ഭർത്താവില്ലേ, അങ്ങേരെ ഒരു ദുഷ്ടനാ, ചതിയനാ, സ്നേഹമില്ലാത്തവനാ. ദൈവദോഷം പറയരുത്. ഞാൻ ഇവിടെ വന്നപ്പോ തൊട്ട് ആ മനുഷ്യൻ എനിക്ക് വേണ്ടി കിടന്ന് ഓടുന്നത് എനിക്കേ അറിയാവൂ. വെള്ളം എടുക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി അകത്ത് പോയി അങ്ങനെ പറയേ ചെയ്യരുത് ചേച്ചി. അങ്ങേരെ എന്റെ കൈ വല്ലതും കിട്ടിയാൽ അങ്ങേരെ കഴുത്ത ചേർത്ത് ഞാൻ കൊല്ലും. അയ്യോ, നിനക്ക് ഞാൻ ഈ മെഷീൻ ഓഫാക്കാനുള്ള ട്രിക്ക് പറഞ്ഞു തന്നല്ലടാ. പിന്നെ എന്തിനാ അവളുടെ കഥ കാണ്ടി പോയ? അടുത്ത് കുത്തിപ്പിടിച്ചാ പിന്നെ ഇത്
കൈ പൊങ്ങണ്ടേ? പോയ അലമാര തുറന്നതാണ്. മനുഷ്യന്റെ ബി പി ആയിട്ടാണ്. സാധനം കിട്ടി. ഓക്കെ. അല്ല എന്റെ കൈ തരില്ലേ, എന്റെ ഫിംഗർ പ്രിന്റ് വരും. നീ എന്റെ കൂട്ടുകാരനെ കൊണ്ട് ഇത് കൊണ്ട് കൊടുക്കണം. എന്നിട്ട് അവനോട് നീ പ്രത്യേകമായിട്ട് പറയണം, ഇത് പണയം വെച്ച് കിട്ടുന്ന പൈസ നാളെ രാവിലെ വന്ന് ഞാൻ മേടിച്ചോളാം, കാർ മേടിക്കാൻ വേണ്ടി. ഓ, അപ്പൊ ഞാൻ അങ്ങ് പോണം. നീ ഇറങ്ങി പോണം. ഈ സ്വർണ്ണം കൊണ്ട് ഇറങ്ങി പോണം. ഓക്കെ. അങ്ങോട്ട് അയ്യോ ഒരു മിനിറ്റ് ഒരു കാര്യം ചോദിക്കാൻ ഞാൻ മറന്നുപോയി. പോകുന്ന വഴിക്ക് വല്ലതും മേടിച്ച് കഴിച്ചു. എന്തിനാ കരയുന്നേ? ആദ്യമായിട്ട് ഒരു വീട്ടിൽ പോയി പോട്ടിച്ചിട്ട് ഇറങ്ങുമ്പോ കഴിക്കാൻ പൈസ തരുന്നത് സാധാരണ ഇടിയാ കിട്ടിക്കൊണ്ടിരുന്നത്. എന്നെ കൂടെ കരയിപ്പിക്കാതെ ഇറങ്ങി പോടാ പട്ടി. കരയില്ല, നാളെ കാറ് മേടിക്കട്ടെ. അളിയാ ബിജു വർഗീസേ, പറയടാ. എടാ നീ പറഞ്ഞു വിട്ട കള്ളല്ലേ അളിയ? ഒന്നും പറയില്ല, കിടുക്കാച്ചി കള്ളൻ ഉള്ള സ്വർണം മൊത്തം വാരിക്കൊണ്ട് പോയിട്ടുണ്ട്. അളിയ, നിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കുവായിരുന്നു. എന്നളിയ? കുറച്ചു മുമ്പ് അവൻ എനിക്കൊരു മെസ്സേജ് അയച്ചു. എന്തുവാ? ഈ സ്വർണം മുഴുവൻ എനിക്ക് ഇഷ്ടപ്പെട്ട്, ഇതിനി തിരക്കണ്ട, ഓക്കെ ബായിന്ന്. അപ്പൊ എന്റെ സ്വർണം ഗദാ ഹുവ. അയ്യോ ദേവർക്ക് പോത്ത് പോലെ കടന്നുറങ്ങുന്നത്. നമ്മുടെ 25 പവന്റെ സ്വർണ്ണം കള്ളം കൊണ്ടുപോയിട്. നിനക്ക് മനസ്സിലായില്ലടി, നമ്മുടെ 25 പവന്റെ സ്വർണ്ണം കള്ളം കൊണ്ടുപോയിട്. ആര് കൊണ്ടുപോയെന്നാ? പുറത്തും കൊണ്ട് ഞാൻ കണ്ടല്ലേ. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ഇവിടെ എന്റെ രാവിലെ ഒരു സ്വർണം ചോദിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായതാ ഇന്ന് ഈ വീട്ടിൽ കള്ളം കയറുമെന്ന്. അതുകൊണ്ട് നേരത്തെയാണ് ഞാൻ ആ സ്വർണ്ണമൊക്കെ എടുത്ത് മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെച്ചത്. പിന്നെ നിങ്ങളും ആ കള്ളനും കൂടെ കാണിച്ചു കൂട്ടി എല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ബാക്കി രാവിലെ തരാം. അപ്പൊ വന്ന് കിടന്ന് ഉറങ്ങ്. അല്ല അങ്ങനെയെങ്കിൽ പൊന്നെ നീയേക്കാല് പണയം വെച്ചിട്ടില്ലല്ലോ. അപ്പൊ ആ സ്വർണ്ണം എടുത്താൽ ഞാൻ പോയിട്ട് കാറ് മേടിക്കട്ടെ. തരില്ല ഞാൻ. കിടക്കുന്നില്ലേ? ഒരു മിനിറ്റ്, അതിനും ഒരു ഫോം വിളിക്കാറുണ്ട്. പ്രഭാകര, ലഘുത്തമനാണേ. നിനക്ക് ഉറക്കമൊന്നും ഇല്ലേടേ? ഇല്ല, ഇതിവിടെ പറഞ്ഞിട്ട് ഉറങ്ങാന്ന് വിചാരിച്ചു. നീ കഴിഞ്ഞ ആഴ്ച പുതിയൊരു കാർ മേടിച്ചിട്ട് എന്റെ വീട്ടിൽ വന്ന് പട്ടിഷോ കാണിച്ചിട്ട് നീ എനിക്കൊരു ലഡു കൂടെ തന്നില്ലേ? അതിന് ഞാനത് ക്ഷമിച്ചടാ പട്ടി. നല്ലൊരു ഉഗ്ര കൈഡി. സ്വർണ്ണം എടുക്കാനുള്ള നല്ല ഉഗ്രൻ ഐഡിയ. പ്രചോദേട്ടാ, ഈ പറയുന്ന ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സ് ഒരു നല്ലൊരു സംഭവമായിരുന്നു. നല്ല കൈഡ് കൊടുക്കാം. ഉഗ്രം ക്ലൈമാക്സ് ആയിരുന്നു. പാഷൻ ഈ പറയുന്നത് അത്രയും ലൗഡ് എടുക്കണമെന്നില്ല. പാഷൻ ഭയങ്കരമായിട്ട് ലൗഡ് എടുത്ത് കളിക്കുക. കാര്യം അങ്ങനെ ലൗഡ് എടുത്ത് നമുക്ക് ലൈഫ് കിട്ടത്തില്ല. അങ്ങനെ കോമഡി പറഞ്ഞാലും ചിലപ്പോൾ കേൾക്കത്തില്ല. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ 3 പേര് ഒരു കോമ്പിനേഷൻ ടീമായിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു സജഷൻ. ഓക്കെ, താങ്ക് യു പ്രചോദേട്ടാ. ഷാജൻ ചേട്ടാ, നന്നായിരുന്നു. ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു പുതിയ ടീമാണോ? മീൻസ് നിങ്ങളുടെ കോമ്പിനേഷൻ ആദ്യമല്ലേ ഇവിടെ? അതെ. ഓക്കെ, കുഴപ്പമില്ല. കുറച്ചുകൂടെ എന്താണ് ഈ പറയുന്നത് പോലെ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. നല്ല ടീമാണ് നിങ്ങൾ. നല്ല കോമ്പിനേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല സ്കിറ്റുകളുമായിട്ട് നല്ല പൊട്ടിച്ചിരികളായിട്ട് വരണം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. 3 പേരുള്ളത് വൃത്തിയായിട്ട് കുഴപ്പമില്ലാതെ അങ്ങ് ചെയ്തു. പക്ഷെ അത് മാത്രം പോരാ നമുക്ക്. കള്ളൻ വന്നതിന് ശേഷം കുറച്ച് ഹസ്കി ആയിട്ട് സംസാരിച്ച് വിട്ടിരുന്നെങ്കിൽ കുറേ ബോറിങ് മാറി. ഒരിക്കലും ഒരാൾ കിടന്നുറങ്ങുമ്പോൾ അത്രയും ശബ്ദത്തിൽ സംസാരിക്കില്ല. ലോജിക്കാണ് പറയുന്നത്. ഇപ്പം അങ്ങനെയുള്ള ചില സ്റ്റേജ് ബാലൻസ് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആ സബ്ജക്റ്റിന് പറ്റുന്ന രീതിയിലുള്ള തമാശകളോടെ കൂടി കൊള്ളിക്കാനായിട്ട് ശ്രമിക്കണം. എങ്കിലേ ഉള്ളൂ അത് മൊത്തത്തിലൊരു സുഖമാവുള്ളൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ഈ പെർഫോമൻസിന്റെ മാർക്ക് ഞാൻ ഒരു 3000 മാർക്ക്. 3000 രൂപ. നസീർക്ക, ഞാനൊരു 4000 രൂപ കൊടുക്കും. 7000 രൂപ. ബാലൻസ് ബാക്കി ടോട്ടൽ അവിടെ 20000 രൂപ. ബാസിൻ, അടുത്ത പ്രാവശ്യം ഉഷാറാക്കണം. ഓക്കെ ശ്രീജു, സഞ്ജിത. അപ്പോ ഇന്നത്തെ നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്. പതിവ് പോലെ ഒരുപാട് ചിരിച്ചു എന്നറിയാം. നമ്മളെ നന്നായിട്ട് ഇവരെ സപ്പോർട്ടും ചെയ്തു. ഒരുപാട് ഇനിയും വിശകലന യോഗത്തിന് ആവശ്യമുണ്ടോ? നാളെ കാണാം. അത്രയും നമുക്ക് പോയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ അടുത്ത ദിവസം കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.